ക്രൈസ്തവ പിന്നോക്കാവസ്ഥ ഉണ്ട്, അല്ലെങ്കിൽ ക്രൈസ്തവർ ധാരാളം വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എന്നുള്ളത് സർക്കാർ തന്നെ അംഗീകരിക്കുകയും നമുക്ക് ഔദ്യോഗികമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററായിട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്തു. ആദിവാസികൾക്ക് കാട് അവരുടെ അവകാശം അല്ലേ എന്ന് പറയുന്നത് പോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് കടലവകാശം അവരുടെ അവകാശമാണെന്ന് സ്ഥാപിക്കുന്ന ഒരു നിയമം, കടലവകാശ നിയമം JB കോശി കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വർഗീയ ചേരിതിരിവിന് വരാത്ത വിധത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിധത്തിൽ സഭ ഇതിന്മേൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗവൺമെൻറ് മന്ത്രിസഭ അംഗീകരിച്ച ഒരു രേഖ എന്ന് പറയുമ്പോൾ ഇനി അത് ആർക്കും നിഷേധിക്കാൻ സാധിക്കത്തില്ല, അതിനെ മാറ്റിവെക്കാനും പറ്റത്തില്ല. വിവരാവകാശ നിയമത്തിൻ്റെ പോലും പരിധിയിൽ വരുന്ന രീതിയിലുള്ള ഒരു രേഖയായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം പുറത്തു വന്നിരിക്കുന്ന ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കാവസ്ഥയെ അപഗ്രഥിക്കുകയും വിശദമായി പഠനം നടത്തുകയും അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങളും നിർദ്ദേശങ്ങളും അവതരിപ്പിക്കുകയും ചെയ്ത ഈ റിപ്പോർട്ട് വെറുമൊരു ഡോക്യുമെൻ്റ് മാത്രമല്ല, നിരവധി പ്രശ്നങ്ങളും സങ്കീർണതകളും വെല്ലുവിളികളും അനുദിനം നേരിട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ കേവല ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ഒരു നേർചിത്രമാണ്. എങ്കിലും ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് അതിലുള്ള ശുപാർശകൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സഭയ്ക്കും അതുപോലെ സമുദായ സംഘടനകൾക്കും വലിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി ഒരു പ്രാഥമികമായ ഒരു ചർച്ച ഇവിടെ നടക്കുകയാണ്. ഈ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത് KCBCയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലായ ഫാദർ തോമസ് തറയിലച്ചനാണ്. അച്ഛനെ ഈ ചർച്ചയ്ക്ക് ആമുഖമായി സംസാരിക്കാനായി ക്ഷണിക്കുന്നു. വളരെ ദീർഘമായ നാളുകൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം തങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക പിന്നാക്കാവസ്ഥകൾ പരിഹരിക്കുന്നതിന് സർക്കാരിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് ശക്തമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതിൻ്റെ ഫലമായിട്ടാണ് 2020 നവംബർ മാസത്തിൽ കേരള സർക്കാർ ജസ്റ്റിസ് JB കോശി കമ്മീഷൻ രൂപീകൃതമാക്കുന്നത്. കമ്മീഷൻ ഏതാണ്ട് 4,45,500 നിവേദനങ്ങൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും, എല്ലാ ക്രൈസ്തവ സഭാ വിഭാഗങ്ങളിൽ നിന്നും ലഭിച്ച നിവേദനങ്ങൾ ശാസ്ത്രീയമായി തന്നെ പഠിച്ചപഗ്രഥിച്ച് സമഗ്രമായ ഒരു റിപ്പോർട്ട് 2023 മെയ് മാസത്തിൽ കേരള സർക്കാരിന് സമർപ്പിക്കുകയുണ്ടായി. എന്നാൽ ആ റിപ്പോർട്ട് ദീർഘമായ കാലം വെളിച്ചം കാണാതിരുന്നു. സഭകൾ വീണ്ടും ശക്തമായ സമ്മർദ്ദവും സമരപരിപാടികളും ഒക്കെ നടത്തിയതിൻ്റെ ഫലമായിട്ട് 2026 ഫെബ്രുവരി മാസത്തിൽ കേരള മന്ത്രിസഭ ഈ റിപ്പോർട്ട് അംഗീകരിക്കുകയും 2026 ഫെബ്രുവരി 28 പൊതുസമൂഹത്തിനായിട്ട് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പരസ്യപ്പെടുത്തുകയും ചെയ്തു. 284 ശുപാർശകളാണ് കമ്മീഷൻ ഈ റിപ്പോർട്ട് വഴിയായി ഗവൺമെൻറ്റിൻ്റെ മുൻപിൽ വച്ചിട്ടുള്ളത്. ആഴമായ വിശകലനവും വിശദമായ പഠനവും ഈ റിപ്പോർട്ടിന്മേൽ ഇനി ആവശ്യമാണ്. അതിൻ്റെ വെളിച്ചത്തിൽ റിപ്പോർട്ട് നടപ്പിലാക്കുവാനായിട്ട് സർക്കാരിനെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ടത് സഭകളുടെ കടമയാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് ഇങ്ങനെയൊരു പഠന സംവാദം നമ്മൾ സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ കത്തോലിക്ക സഭയിലെ 3 കത്തോലിക്ക സഭാ വിഭാഗങ്ങളുടെയും വക്താക്കളായിട്ടുള്ള പ്രഗത്ഭരാണ് ഇവിടെ സന്നിഹിതരായിരിക്കുക. സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സെക്രട്ടറി ആയിട്ടുള്ള ബഹുമാനപ്പെട്ട ജെയിംസ് കൊക്കാവയലച്ചനും, ലാറ്റിൻ സഭയുടെ വക്താവും കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിലിൻ്റെ വൈസ് പ്രസിഡൻറ്റുമായ ശ്രീമാൻ ജോസഫ് ജോഡും, സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ മീഡിയ കമ്മീഷൻ സെക്രട്ടറിയായ ഫാദർ സ്കോട്ട് സ്ലീബായുമാണ് ഈ ചർച്ചയിൽ 3 സഭകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുക്കുന്നത്. ചർച്ചയെ മോഡറേറ്റ് ചെയ്യുന്നത് ആലുവ സെയിൻറ്റ് സേവിയേഴ്സ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മിലൻ ഫ്രാൻസ് ആണ്. നമുക്ക് വിശദമായ ചർച്ചകളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഫാദർ ജെയിംസിനോട് ചോദിക്കാം. സീറോ മലബാർ സഭ ഉന്നയിച്ചിരുന്ന വിഷയങ്ങൾ, അതുപോലെ പ്രധാനമെന്ന് നിങ്ങൾ കരുതിയ വിഷയങ്ങളെല്ലാം തന്നെ ഈ റിപ്പോർട്ടിൽ ഉൾക്കൊണ്ടിട്ടുണ്ടോ? അതിന് ക്രിയാത്മകമായ വിധത്തിലുള്ള അപഗ്രഥനം സഭ ഉദ്ദേശിച്ച അർത്ഥതലത്തിൽ തന്നെ നടന്നിട്ടുണ്ടോ?
സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്ത് വളരെ സന്തോഷമുണ്ട്. കാരണം സഭ ഉന്നയിച്ച വിഷയങ്ങൾ ഏതാണ്ടെല്ലാം തന്നെ ഈ റിപ്പോർട്ടിൽ വളരെ വിശദമായിട്ട് തന്നെ സഭ ഉന്നയിച്ച അതേ വിധത്തിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. സഭ പ്രധാനമായിട്ട് ഇതിൻ്റെ ക്രൈസ്തവരെ ബാധിക്കുന്ന പൊതുവിഷയങ്ങൾ അധ്യായം 2, പിന്നെ അതുപോലെ തന്നെ പരിവർത്തിത ക്രൈസ്തവരെ സംബന്ധിച്ചുള്ളത് അധ്യായം 4, കുട്ടനാടുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അധ്യായം 5, പിന്നെ മലയോര പ്രദേശത്തെ വിഷയങ്ങൾ അധ്യായം 6. അപ്പോൾ ഈ വിഭാഗങ്ങളിലാണ് സഭ കൂടുതലായിട്ട് കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ജെ.ബി. കോശി കമ്മീഷൻ തന്നെ അംഗീകരിക്കുന്നുണ്ട്. സീറോ മലബാർ സഭ ഇതിനായിട്ട് വളരെയധികം പ്രയത്നിക്കുകയും നിവേദനങ്ങൾ സമർപ്പിക്കുകയും ചെയ്ത കമ്മീഷൻ്റെ ആമുഖത്തിൽ തന്നെ സീറോ മലബാർ സഭയെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നസ്രാണി സഭയുടെ ചരിത്രം അംഗീകരിക്കാനായിട്ടും ഈ ഒരു റിപ്പോർട്ട് തയ്യാറാകുന്നുണ്ട്. AD 52 തോമസ് ശ്ലീഹ വന്ന കാര്യവും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിന് സപ്പോർട്ടീവായിട്ടുള്ള സെൻ്റ് എഫ്രേം ഉൾപ്പെടെയുള്ള സഭാപിതാക്കന്മാരെ, ആദ്യകാല സഭാപിതാക്കന്മാരെ കോട്ട് ചെയ്തും കമ്മീഷൻ സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ക്രൈസ്തവ ജനസംഖ്യ കുറയുന്നതിനെക്കുറിച്ചും നമ്മുടെ ന്യൂനപക്ഷ വിഷയങ്ങൾ, അത് സീറോ മലബാർ സഭ പ്രത്യേകമായിട്ട് ഉന്നയിച്ചിരുന്ന വിഷയങ്ങളാണ്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ ഉള്ള പ്രാതിനിധ്യമില്ലായ്മ, ന്യൂനപക്ഷ പദ്ധതികളിൽ നമ്മൾ നേരിടുന്ന വിവേചനം, പ്രധാനമന്ത്രി ജനവികാസ് കാര്യക്രമം നമുക്ക് ലഭിക്കാതെ പോകുന്ന കാര്യങ്ങളെ, അങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സഭ ഇപ്പോൾ ഉന്നയിക്കുന്ന മറ്റൊരാവശ്യമാണ് മൈക്രോ മൈനോറിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ്. അത് ആ ഒരു വാക്കില്ലെങ്കിൽ പോലും ആ ഒരു കൺസെപ്റ്റ് ഇതിൽ നമ്മുടെ ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ EWS സഭയുടെ വലിയൊരു കൺസേൺ ആണ്. EWSുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ, അല്ലെങ്കിൽ അത് ലഭിക്കാത്ത സാഹചര്യങ്ങളെ, അല്ലെങ്കിൽ അതിൻ്റെ മാനദണ്ഡങ്ങളിലെ അശാസ്ത്രീയതകളെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ സഭ വിശദമായിട്ട് തന്നെ ആവശ്യപ്പെടുകയും ആ കാര്യങ്ങൾ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ ഉൾപ്പെടുത്തുകയും പരിഹരിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കേറ്ററ്റ് സെറ്റിലൊക്കെ EWS ഉൾപ്പെടുത്തണമെന്നുള്ള ആവശ്യം, അതൊക്കെ അതേപോലെ തന്നെ ഈ ഒരു ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താനായിട്ട് ഇടയായിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ പരിവർത്തിത ക്രൈസ്തവർക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ, അവരുടെ ഇപ്പോഴത്തെ റിസർവേഷൻ 48ാമത്തെ റാങ്കിലാണ് കിടക്കുന്നത്, മുകളിലേക്ക് ഉയർത്തുക. പിന്നെ അവരുടെ വിദ്യാഭ്യാസ റിസർവേഷനൊക്കെ SIUC-യുമായിട്ട് ഒരുമിച്ചാണ് കിടക്കുന്നത്, അതുകൊണ്ട് അവർക്ക് ലഭിക്കാതെ വരുന്ന സാഹചര്യങ്ങളെ, ഇങ്ങനെ അവരുടെ വിവിധങ്ങളായിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ പട്ടികജാതി വിഭാഗങ്ങൾക്ക് ലഭിച്ചതിന് ശേഷം മിച്ചമുള്ള റിസർവേഷൻ അവർക്ക് ഫില്ല് ചെയ്യാൻ പറ്റാത്തത് പരിവർത്തിത ക്രൈസ്തവരെ ഉൾപ്പെടുത്തുക, അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ നമ്മൾ നിരവധിയായിട്ട് ഉന്നയിച്ചിരുന്നു. അതെല്ലാം തന്നെ റിപ്പോർട്ടിൽ പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമാണ്. അതുപോലെ തന്നെ കുട്ടനാട് മേഖലയെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള അവിടുത്തെ കുടിവെള്ള ക്ഷാമത്തിൻ്റെ പരിഹാരം, നെൽകൃഷികൾക്ക് നേരിടുന്ന പ്രശ്നങ്ങളെ, വിള ഇൻഷുറൻസ് ഏർപ്പെടുത്തുക, അവിടുത്തെ ടൂറിസം ഡെവലപ്മെൻറ്റ്, ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തി. അതുപോലെ തന്നെ കുട്ടനാട് പൈതൃക മ്യൂസിയം, അതുപോലെ തന്നെ കുട്ടനാട്ടിലെ പുരാതന പള്ളികളെ കേന്ദ്രീകരിച്ചുള്ള റിലീജിയസ് ടൂറിസം ഡെവലപ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മലയോര മേഖലയിലേക്ക് വരികയാണെങ്കിലും മലയോര കർഷകരെ നേരിടുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ, വന്യജീവി വന സംരക്ഷണ നിയമങ്ങൾ, വന്യജീവി സംരക്ഷണ നിയമങ്ങൾ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ, പട്ടയം ലഭിക്കാത്ത അവസ്ഥകളെ, പിന്നെ വന്യജീവി ആക്രമണങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവർക്ക് നഷ്ടപരിഹാരങ്ങളൊക്കെ ലഭിക്കാതെ വരുന്നതും കൃഷിഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വരുന്നതുമായിട്ടുള്ള സാഹചര്യങ്ങൾ, ഇങ്ങനെ അവരുടെ ദുരവസ്ഥകൾ, അതുപോലെ തന്നെ അവിടുത്തെ കുട്ടികൾക്കും അതുപോലെ കുട്ടനാട്ടിലെ കുട്ടികൾക്കും പഠിക്കാനായിട്ട് അവരുടെ ഉൾനാടൻ ഏരിയകളിൽ സാധിക്കാത്തത് കൊണ്ട് അവർക്ക് ഹോസ്റ്റൽ സൗകര്യങ്ങളും സ്കോളർഷിപ്പുകളും ഒക്കെ പ്രത്യേകമായിട്ട് നൽകണം. ഇങ്ങനെ നമ്മൾ ഉന്നയിച്ച ആവശ്യങ്ങൾ ഏതാണ്ടെല്ലാം തന്നെ ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ സർക്കാർ നടപ്പിലാക്കാനായിട്ടൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രാഥമിക നിരീക്ഷണത്തിൽ ജെ.ബി. കോശി കമ്മീഷൻ നമ്മൾ കൊടുത്ത റിപ്പോർട്ട്, അല്ലെങ്കിൽ നമ്മൾ നിവേദനങ്ങളിൽ നിന്ന് പഠിച്ച് ആ കാര്യങ്ങൾ അതേപടി തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ അച്ഛാ, സീറോ മലങ്കര സഭയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഈ വിഷയത്തോട് അച്ഛൻ എങ്ങനെ പ്രതികരിക്കുന്നത്? തീർച്ചയായിട്ടും ഈ റിപ്പോർട്ട് വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കേരളത്തിലെ നാനാജാതി മതസ്ഥരുടെ വിഷയങ്ങൾ പഠിക്കുവാനായിട്ട് സർക്കാർ ഒരു താല്പര്യം കാണിക്കുന്നു എന്നുള്ളത് തന്നെ വലിയ നന്മയുടെ ഒരു കാര്യം തന്നെയാണ്. മലങ്കര സഭയുടെ ഒരു ജിയോഗ്രഫിക്കൽ സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കിയാണ്. അത് ഇടനാടും തീരദേശവും മലയോരവും എല്ലാം കൂടെ ഒന്നു ചേർന്ന് പോകുന്ന എല്ലാ ഇടങ്ങളിലും മലങ്കര സഭയുടെ ആളുകൾ ഉള്ള ഈ ഒരു സാഹചര്യത്തിൽ
പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ സഭ അഭിമുഖീകരിക്കുന്നുണ്ട്. ആ വിഷയങ്ങളെല്ലാം 4,45,000 ശുപാർശകളിൽ പലയിടങ്ങളിലായിട്ട് സഭയുടെ വക്താക്കൾ അല്ലെങ്കിൽ സഭയുടെ ഭാഗത്തുനിന്ന് ഉന്നയിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെ ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഈ ദളിത് ക്രൈസ്തവരുടെയും പരിവർത്തിത ക്രൈസ്തവരുടെയൊക്കെ സംവരണത്തിന് വേണ്ടി ഇതിനു മുമ്പ് മലങ്കര സഭ പല സമയങ്ങളായിട്ട് സമരങ്ങൾ ചെയ്യുകയും നിരവധിയായ നിവേദനങ്ങളൊക്കെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ധാരാളം ആളുകൾക്ക് അതുവഴി ലഭിക്കേണ്ട നന്മകൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം മലങ്കര സഭയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിഹരിക്കുവാനായിട്ടുള്ള ഒരു നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് സഭയുടെ പ്രതീക്ഷ. അതോടൊപ്പം തന്നെ ഈ മലയോര പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകതകൾ അത് സഭയ്ക്ക് വലിയ ആശങ്ക ഉളവാക്കുന്നതാണ്. കാരണം സഭയുടെ മലയോരത്തുള്ള ജനങ്ങൾ ഒരു ജൈവ കുടിയിറക്കത്തിൻ്റെ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർക്കവിടെ നിലനിൽക്കണം. അവർ ജനിച്ചു വളർന്ന മണ്ണിൽ അവർക്ക് പ്രാർത്ഥിക്കുവാനും പഠിക്കുവാനും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഒരുക്കുവാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുവാനായിട്ട് സഭ ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ സഭയുടെ വലിയൊരു കൺസേൺ ആണ് അടുത്ത തലമുറ ഇന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയുള്ള സ്റ്റാർട്ടപ്പുകൾ അവർക്ക് ഈ നാട്ടിൽ തന്നെ നിലനിൽക്കുവാൻ സാധിക്കുന്ന വിധത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന അവർക്ക് വേണ്ട ലോണുകളും മറ്റ് സാങ്കേതിക പരിശീലനങ്ങൾ ഇപ്പോൾ IAS അല്ലെങ്കിൽ ടെക്നിക്കൽ മേഖലകളിലൊക്കെയുള്ള ഇടങ്ങൾ അവർക്കൊക്കെ പരിശീലനം കൊടുക്കുന്നതൊക്കെ സഭ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് പൊതു രംഗത്തു നിന്ന് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് സഭ ആവശ്യപ്പെട്ടു. അതൊക്കെ റിപ്പോർട്ടിൽ വന്നു എന്ന് കാണുമ്പോൾ വലിയ സന്തോഷം ഉളവാക്കുന്നത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ തീരദേശത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ അവിടെയും മലങ്കര സഭയുടെ ആളുകൾ പലവിധമായ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിനുവേണ്ടി നിരവധിയായ കാര്യങ്ങൾ സഭ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ച് മറ്റ് ഇതര സഭകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോട് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഈ തീരദേശത്തിൻ്റെ പ്രശ്നങ്ങളിലൂടെ ഈ ഒരു റിപ്പോർട്ടിൽ അഡ്രസ്സ് ചെയ്യുന്നുള്ളത് സഭ വലിയ സന്തോഷത്തോടുകൂടെ നോക്കിക്കാണുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ഈ റിപ്പോർട്ട് നടപ്പാവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായത്തിന് വേണ്ടി മാത്രമുള്ള ഒരു റിപ്പോർട്ടായിട്ട് ഇതിനെ ചുരുക്കി കാണുവാനായിട്ട് സഭ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു വ്യക്തി സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ ആശ്രയിച്ചുകൊണ്ട് അനേകം ആളുകൾക്ക് മുന്നിലേക്ക് വരുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഒരു സമൂഹത്തിന് മാത്രം ലഭിക്കേണ്ട അവകാശങ്ങൾ നേടിയെടുക്കുന്ന തരത്തിലല്ല സഭ ഇതിനെ നോക്കിക്കാണുക, മറിച്ച് ഒരു വിശാലമായ കാഴ്ചപ്പാടോടുകൂടെ സമൂഹത്തിൻ്റെ എല്ലാവരും മുൻനിരയിലേക്ക് വരണം. അത്തരത്തിലുള്ള ഒരു അല്പം പുറകിലോട്ട് പോയി എന്ന് വിശ്വസിക്കുന്ന ഈ കാലഘട്ടത്തിൽ സഭ സമൂഹത്തെ അല്ലെങ്കിൽ ക്രൈസ്തവരെ ഒരു ഒന്നുകൂടെ മെച്ചപ്പെട്ട നിലയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന വിധത്തിൽ ഈ റിപ്പോർട്ട് സഹായിക്കുമെന്നാണ് സഭയുടെ ഒരു പൊതു കാഴ്ചപ്പാട്. ഈ രണ്ട് സഭാപ്രതിനിധികളും പറഞ്ഞതനുസരിച്ച് പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ റിപ്പോർട്ടിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ലത്തീൻ സഭയും ഇക്കാര്യത്തിൽ തൃപ്തരാണോ? ഏകദേശം 35,000 കുടുംബങ്ങളിൽ നിന്ന് 1,00,000-ലധികം വ്യക്തിഗത വിവരങ്ങൾ ശേഖരിച്ച് അത് അപഗ്രഥിച്ച് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളുടെ മൂലകാരണം കണ്ടെത്തി അത് പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് നിവേദനങ്ങളായിട്ടൊക്കെ തന്നെ JB കോശി കമ്മീഷന് നൽകിയത്. JB കോശി കമ്മീഷൻ ചെയർമാൻ സൂചിപ്പിക്കുന്നത് പോലെ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഈ നിവേദനങ്ങൾ ഏകദേശം 4,00,000-ലധികം വരുന്ന നിവേദനങ്ങളെ അപഗ്രഥിച്ച് വളരെ സമഗ്രമായ റിപ്പോർട്ട് 284 ശുപാർശകൾ നൽകിയിട്ടുണ്ട്. ഇതിൽ ലത്തീൻ സഭ അല്ലെങ്കിൽ ലത്തീൻ സമൂഹം, ആ ലത്തീൻ ജനസമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ആംഗ്ലോ ഇന്ത്യൻ ഉൾപ്പെടെ ദളിത് ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് തീരദേശത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ, ഇവരുടെ എല്ലാം പ്രശ്നങ്ങളെ നമ്മൾ വ്യക്തമായി കമ്മീഷന് മുമ്പ് അവതരിപ്പിച്ചിരിക്കുന്നത്. കമ്മീഷൻ അത് ഉൾക്കൊണ്ടു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അത് ശുപാർശകളായി കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ തന്നെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേക ചാപ്റ്റേഴ്സ്, പ്രത്യേക അധ്യായങ്ങൾ തന്നെ ലാറ്റിൻ കാത്തലിക്സ്, നമുക്കറിയാം ആദ്യത്തെ അധ്യായം ആമുഖമാണ്. രണ്ടാമത്തെ അധ്യായം ക്രൈസ്തവരെ സംബന്ധിച്ച് പൊതുവായ വിഷയങ്ങൾ, അതിലും നമ്മൾ ഉന്നയിക്കുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട്. മൂന്നാമത്തെ ചാപ്റ്ററിൽ ലത്തീൻ കത്തോലിക്കർ, പിന്നീട് ദളിത് ക്രൈസ്തവർ, മലയോര മേഖലയിൽ, അങ്ങനെ ഓരോ വിഭാഗങ്ങളും അതിൻ്റെ ടെറൈൻ തിരിച്ച് അവതരിപ്പിക്കുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചിരുന്ന പ്രശ്നങ്ങൾ അതിനെ എങ്ങനെ പരിഹരിക്കും എന്നുള്ളതിനെപ്പറ്റിയുള്ള പരിഹാര നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഈ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളാനായിട്ട് JB കോശി കമ്മീഷൻ സാധിച്ചിട്ടുണ്ട്. ഞാനത് ആവർത്തിക്കുന്നില്ല, കാരണം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. ഒന്ന്, തൊഴിലിൽ ലാറ്റിൻ കാത്തലിക്കിന് സംവരണമുണ്ട്. 4% സംവരണം തൊഴിലിലുണ്ട്. പക്ഷെ അത് വിദ്യാഭ്യാസത്തിലേക്ക് വരുമ്പോഴേക്കും സംവരണം പല രീതിയിലാണ്. ഇപ്പം +2-ന് 3%, ഗ്രാജുവേഷൻ വരുമ്പോഴേക്കും 1%, പോസ്റ്റ് ഗ്രാജുവേഷനിൽ വരുമ്പോഴേക്കും മറ്റ് ചില കമ്മ്യൂണിറ്റിയുമായിട്ട് യോജിപ്പിച്ചുകൊണ്ട് 1%. അപ്പോൾ വാസ്തവത്തിൽ റിസർവേഷൻ്റെ ആ ഗുണം നമ്മുടെ മക്കൾക്ക് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല തൊഴിലിൽ 4% ഉണ്ട്, പക്ഷേ വിദ്യാഭ്യാസത്തിൽ ആ 4% കിട്ടുന്നില്ലെങ്കിൽ ഈ തൊഴിലിന് പ്രാപ്തരായ ഉദ്യോഗാർത്ഥികളെ സൃഷ്ടിച്ചെടുക്കാനായിട്ടുള്ള ഒരു പ്രയാസം
ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് JB കോശി കമ്മീഷൻ അത് വളരെ ഗൗരവമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ലാറ്റിൻ കാത്തലിക്സും ആംഗ്ലോ ഇന്ത്യൻസും ഉൾപ്പെടെയാണ് ഈ 4% സംവരണം ഇപ്പോൾ നൽകി വരുന്നത്. എന്നതുപോലെ നമ്മൾ ഏകദാനത വരുത്താനാണ് ആവശ്യപ്പെട്ടിരുന്നത്, അതായത് 4% തന്നെ. പക്ഷേ JB കോശി കമ്മീഷൻ വേറൊരു ഒരു ഇക്വേഷനാണ് അവതരിപ്പിച്ചത്. അതിൽ 3% റിസർവേഷൻ ആംഗ്ലോ ഇന്ത്യൻസ് ഉൾപ്പെടെ ലാറ്റിൻ കാത്തലിക്സിന് 3% വിദ്യാഭ്യാസ പ്രവേശനത്തിലും അഡ്മിഷൻസിലും നൽകണമെന്നൊരു വളരെ സുപ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത് നമുക്കറിയാം, അതിന് നിയമ ഭേദഗതിയൊക്കെ വേണ്ടി വരും. സാവകാശം ഗവൺമെൻറ് നമുക്ക് കൊടുക്കാം. മറ്റൊന്ന് വളരെ ശ്രദ്ധേയമായ ഒരു കാരണം, നമ്മൾ കഴിഞ്ഞ 15 വർഷമായിട്ട് ലാറ്റിൻ കാത്തലിക്സ് നല്ല രീതിയിൽ ആവശ്യപ്പെട്ടിരുന്നത് ലാറ്റിൻ കാത്തലിക് സർട്ടിഫിക്കറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് പ്രയാസം ഉണ്ടായിരുന്നു. ആ ഒരു മുൻവിധിയോടെയാണ് പലപ്പോഴും റവന്യൂ ഉദ്യോഗസ്ഥർ ഈ നമ്മളെ സമീപിച്ചിരുന്നത്. അതിലൊരു വ്യക്തത വരുത്താനായിട്ട് കമ്മീഷന് കഴിഞ്ഞു. ആ കമ്മീഷൻ്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഗവൺമെൻറ് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മുടെ PSCയുടെ റൊട്ടേഷൻ സിസ്റ്റത്തിലുണ്ടാകുന്ന ചില അപാകതകൾ അല്ലെങ്കിൽ അശാസ്ത്രീയത, അത് ലാറ്റിൻ കാത്തലിക്സിനെ സംബന്ധിച്ചാണെങ്കിലും ദളിത് ക്രൈസ്തവരെ സംബന്ധിച്ചാണെങ്കിലും ആ അപാകതകൾ JB കോശി കമ്മീഷൻ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും അതിന് ചില മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളും ഗ്രാൻറ്റുകളും സംബന്ധിച്ച ഒരു കൺഫ്യൂഷൻ, ഒരു സംശയം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് OEC എന്ന് പറയുന്ന വിഭാഗത്തിൽ കിട്ടേണ്ട ചില ലംസം ഗ്രാൻഡ്സ് അല്ലെങ്കിൽ ഈ ഗ്രാൻഡ്, അത് സ്കോളർഷിപ്പ് ലഭിക്കുന്നവർക്ക് ഇത് നിഷേധിക്കുന്നു. അതിലൊരു വ്യക്തത വരച്ചിരിക്കുന്നത് ഇത്തരം ഗ്രാൻറ്റുകളും ലംസം ഗ്രാൻഡ് ഉൾപ്പെടെയുള്ള ഗ്രാൻറ്റുകളും സ്കോളർഷിപ്പുകളും രണ്ടാണ്. അതിലൊരു കാരണവശാലും ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. ലംസം ഗ്രാൻഡ് കിട്ടുന്ന ആൾക്ക് ആ ഒരു കപ്പാസിറ്റിയിൽ ലംസം ഗ്രാൻഡ് കിട്ടുന്നു. അത് സ്കോളർഷിപ്പ് കിട്ടാനായിട്ട് ഒരു തടസ്സമാവരുത് എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. ദളിത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം അച്ഛൻ സൂചിപ്പിച്ചോടെ. അവിടെ ആദ്യത്തെ നിർദ്ദേശം തന്നെ പട്ടികജാതിക്കാർക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും ദളിത് ക്രൈസ്തവർക്ക് നൽകണമെന്ന വളരെ സുപ്രധാനപ്പെട്ട, ഒരു പക്ഷേ പട്ടികജാതി എന്ന് പറയുന്ന സ്റ്റേറ്റസ് കിട്ടാനായിട്ട് ചിലപ്പോൾ നമുക്കറിയാം നിയമപരമായ ഇടപെടൽ, ഭരണഘടനാപരമായ ഭേദഗതിയൊക്കെ വേണ്ടി വരും. പക്ഷേ ആനുകൂല്യം നൽകാനായിട്ട് ഗവൺമെൻറ്റിന് സാധിക്കും. അതിനുള്ളൊരു അവകാശം എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനും ഉണ്ട്, ഭരണഘടന നൽകുന്നുണ്ട്. അപ്പോൾ പട്ടികജാതിക്കാർക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും നൽകുക എന്നത് വളരെ, അതുപോലെ അച്ഛൻ സൂചിപ്പിച്ച ഇപ്പോൾ അഡ്മിഷൻസിന് അല്ലെങ്കിൽ നിയമനങ്ങൾക്ക് പട്ടികജാതിക്കാർക്ക് അല്ലെങ്കിൽ പട്ടികവർഗക്കാർക്ക് നീക്കി വച്ചിരിക്കുന്ന സീറ്റുകളിൽ ആളില്ലാതെ വരുമ്പോൾ അത് ജനറൽ മെറിറ്റിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് പകരം അവിടെ ഒരു പ്രിയോറിറ്റി അവർ പ്രപ്പോസ് ചെയ്യുന്നത് പട്ടികവർഗക്കാർക്ക് നീക്കി വച്ചിരിക്കുന്ന സീറ്റുകളിലേക്ക് ആളുകളില്ലാതെ വരികയാണെങ്കിൽ അത് ഈ ദളിത് ക്രൈസ്തവർക്ക്, പരിവർത്തിത ക്രൈസ്തവർക്ക് കൊടുക്കുക, ദെൻ നെക്സ്റ്റ് പിന്നാക്ക സമൂഹങ്ങൾക്ക് കൊടുക്കുക എന്നുള്ള ഒരു പ്രപ്പോസലൂടെ വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം പ്രാദേശികമായ തീരദേശവുമായി ബന്ധപ്പെട്ട വളരെ മൗലികമായ ചില പ്രശ്നങ്ങൾക്ക് ഉത്തരം കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒന്ന് നമുക്കറിയാം, ബ്ലൂ എക്കോണമിയുമായി ബന്ധപ്പെട്ട് ഈ തീരദേശത്ത് ചില വികസനപരമായ നീക്കങ്ങൾ, അതൊരു പക്ഷേ ഇപ്പോൾ കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക്, തീരദേശത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ, ഉപജീവന മാർഗ്ഗങ്ങളെ, അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് തകരം മറിക്കുന്ന ചില നീക്കങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതിൽ ഒരു വളരെ സുപ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഗവൺമെൻറ് JB കോശി കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ജനങ്ങളുടെ ജീവിതത്തെ സമഗ്രമായി ബാധിക്കുന്ന നിർദ്ദേശങ്ങളും കണ്ടെത്തലുകളും നിരീക്ഷണങ്ങളും ഒക്കെയാണ് JB കോശി കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഗുണകരമായി മാറും. അതിനെ പൂർണ്ണ മനസ്സോടെ നമുക്ക് സ്വാഗതം ചെയ്യുക. അപ്പോൾ ശ്രീ ജോസഫ് ചൂട് പറഞ്ഞതനുസരിച്ച് പ്രശ്നങ്ങളെ വേണ്ടവിധം പരിഗണിച്ചു എന്നതിനോടൊപ്പം തന്നെ അതിന് ക്രിയാത്മകമായ പരിഹാര മാർഗങ്ങളും നിർദ്ദേശങ്ങളും നൽകി എന്നാണ് നമ്മളോടിപ്പോൾ സംവദിച്ചത്. അതിൽ നിന്ന് തന്നെ ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സഭയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു കാഴ്ചപ്പാട് എന്താണ്? അതായത് ഇതിനുള്ള പ്രായോഗികമായ നിർദ്ദേശങ്ങൾ എത്രമാത്രം ഫലപ്രദമാണ്, അവ ശരിയായ വിധത്തിൽ നടപ്പിലാക്കാൻ എന്തൊക്കെ തടസ്സങ്ങളാണ് നിലനിൽക്കുന്നത്? സാർ സൂചിപ്പിച്ചതുപോലെ ചില നയപരമായ തീരുമാനങ്ങൾ, നിയമ ഭേദഗതികളൊക്കെ ആവശ്യമുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എത്രമാത്രം പ്രായോഗികമാണ്, അല്ലെങ്കിൽ അതിന് പ്രായോഗികമാക്കാനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ അച്ഛനൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. തീർച്ചയായിട്ടും ഈ റിപ്പോർട്ട് നമ്മൾ പഠിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സർക്കാരിന് സാവകാശങ്ങൾ കൊടുക്കണമെന്ന് സാർ തന്നെ ഓർമ്മപ്പെടുത്തി. അത് തീർച്ചയായിട്ടും അവർക്ക് നൽകേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ അടുത്ത് വരുന്ന ഒരു പശ്ചാത്തലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കടക്കുകയാണ്.
അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കടക്കുമ്പോൾ ഒരു സമുദായത്തെ മാറ്റി നിർത്തുന്നു അല്ലെങ്കിൽ ഒരു സമുദായത്തെ സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു ചിന്ത പൊതുജനങ്ങൾക്ക് ഈ റിപ്പോർട്ട് കൊടുക്കുവാൻ ഇടയാകരുത്. കാരണം ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ, ഈ സാർ ഓർമ്മ കൊടുത്ത സ്കോളർഷിപ്പ് കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഈ അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചിലർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചില ആനുകൂല്യങ്ങളിൽ നിന്ന് ഒരു കുറവ് സംഭവിക്കുന്നു എന്നുള്ള ഒരു ചിന്തയും അതോടൊപ്പം തന്നെ ഒരു സാമുദായിക ചേരിതിരിവിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാതെ ഇരിക്കണം എന്നുള്ളതാണ് ഈ ഒരു റിപ്പോർട്ടിന്മേൽ സഭയ്ക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ ഒരു സഭയുടെ അല്ലെങ്കിൽ ഈ മലങ്കര സഭയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെ ചിന്തിച്ച് നോക്കുമ്പോൾ അത് ഒരു കുടുംബ പശ്ചാത്തലത്തിലേക്ക് നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഒന്ന് കൊണ്ടുവരുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. കാരണം ഇത്രയേറെ നിർദ്ദേശങ്ങൾ പങ്കുവെക്കുമ്പോൾ അടുത്ത തലമുറയാണ് സഭ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. ഈ തലമുറ കഠിനാധ്വാനത്തോടെ മുന്നോട്ട് പോയി അടുത്ത തലമുറയിലേക്ക് ഈ ഒരു റിപ്പോർട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ അവർക്കിത് ഫലവത്തായി തീരണം എന്നുള്ളതാണ് സഭയുടെ ഒരു പൊതു നിലപാട്. കാരണം ഒന്നാമതായിട്ട് നോക്കിയാൽ ഇപ്പോൾ ഈ മലയോര മേഖലയിലും അല്ലെങ്കിൽ ഇടനാട്ടിലുള്ള ഈ കുട്ടനാട് പോലെയുള്ള അല്ലെങ്കിൽ കാർഷിക മേഖലയാണ് മലങ്കര സഭ എപ്പോഴും ആശ്രയിച്ചുകൊണ്ടിരിക്കുക. ഈ കാർഷിക മേഖലയിൽ നിന്ന് നമ്മുടെ ഈ തലമുറ മാറ്റപ്പെട്ടു പോകുമ്പോൾ, ഈ ഒരു സമൂഹം പിൻവലിയുമ്പോൾ ഈ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾക്ക് നിരവധിയായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ അവകാശങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ മറ്റു പല നിയമങ്ങളും ഇതിന് തടസ്സമായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ പഠിക്കുമ്പോൾ ഈ റിപ്പോർട്ടിനകത്ത് ഒരു കാര്യം പറയുന്നു, പക്ഷേ അത് ഫലവത്തായി വരുമ്പോൾ മറ്റു പല നിയമങ്ങളും ഇതിന് തടസ്സമായിട്ട് നിൽക്കുകയാണ്. ആ നിയമ ഭേദഗതികൾ കൊണ്ടുവരുവാൻ ഇവിടുത്തെ സർക്കാരിന് അവകാശമുണ്ട്. അത് ഫലവത്തായിട്ട് സർക്കാരുകൾ ഉപയോഗിച്ചില്ല എങ്കിൽ എല്ലാ റിപ്പോർട്ടും സമർപ്പിക്കുന്ന പോലെ റിപ്പോർട്ട് കുറച്ച് ചർച്ചാ വിഷയമാക്കുന്നു, അത് അവിടെ ഭദ്രമായിട്ടിരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് മാറ്റപ്പെടും. അങ്ങനെയല്ല, മറിച്ച് നിയമ ഭേദഗതികൾ ഉണ്ടാകേണ്ട ഇടത്ത് അത് ഏത് സർക്കാരും ആയിക്കൊള്ളട്ടെ, അത് ഇനി മാറുമോ മാറാതിരിക്കുമോ അത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ഏത് സർക്കാർ വന്നാലും നിയമ ഭേദഗതികൾ വരേണ്ട ഇടത്ത് നിയമ ഭേദഗതികൾ വരുത്തണം, അതനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകണം. രണ്ടാമതായിട്ട് നമ്മുടെ ഈ പ്രദേശങ്ങളിലെ നമ്മുടെ സ്കൂള് അല്ലെങ്കിൽ കോളേജുകളിലൊക്കെ അഡ്മിഷനുകളുമായി ബന്ധപ്പെട്ട് ഈ ഗ്രാൻറ്റുകളുമായി ബന്ധപ്പെട്ടിട്ട് സാറ് ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. രണ്ട് കാര്യങ്ങൾ രണ്ടാണെന്ന് സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ അതനുസരിച്ച് കൊടുക്കുവാനായിട്ട് സർക്കാരിൻ്റെ തലത്തിൽ നിന്നുള്ള ഒരു മുൻതൂക്കം ഉണ്ടാക്കും. ഇത് അവർ പലപ്പോഴും പല കാരണങ്ങൾ പറഞ്ഞ് തടസ്സപ്പെടുത്തുന്നത് മാറ്റി നിർത്തിക്കൊണ്ട് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് ഈ റിപ്പോർട്ടിൻ്റെ ശുപാർശകൾ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് മലങ്കര സഭയുടെ നിലപാട്. നമ്മുടെ മക്കൾ പുറം രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ വലിയ ആശങ്കയോടുകൂടെ എല്ലാവരും അഡ്രസ്സ് ചെയ്യുമ്പോൾ അവരെ ഇവിടേക്ക് പിടിച്ചു നിർത്തുവാൻ കഴിയുന്ന വിധത്തിലേക്കുള്ള ഒത്തിരിയേറെ നിർദ്ദേശങ്ങൾ ഈ റിപ്പോർട്ടിന്മേലുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ കോച്ചിങ് സെൻ്ററുകൾ അല്ലെങ്കിൽ പ്രൊഫഷണൽ ട്രെയിനിങ് സെൻ്ററുകളൊക്കെ ഈ ക്രൈസ്തവ മജോറിറ്റി എന്ന് പറയുന്ന ഇടങ്ങളിൽ പോലും ഇല്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ സർക്കാരിന് തീരുമാനങ്ങളെടുത്ത് നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള സർക്കാരിന് സ്വമേധയാ തീരുമാനമെടുത്ത് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉള്ള കാര്യങ്ങൾ അത് സർക്കാരുകൾ അടിയന്തരമായിട്ട് സാധിക്കുമെങ്കിൽ ഈ ഒത്തിരി വ്യാപകം ഇനിയും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനങ്ങളൊക്കെ വരുന്നതിന് മുമ്പായിട്ട് കുറേ കാര്യങ്ങൾ പ്രഖ്യാപിച്ചു പോകുന്നതിലുപരിയായിട്ട് കുറച്ച് കാര്യങ്ങൾ നടപ്പാക്കിക്കൊണ്ട് ഈ ഒരു റിപ്പോർട്ടിന്മേലുള്ള അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നുള്ളതാണ് സഭയുടെ ഒരു പൊതുവായ കാഴ്ചപ്പാട്. സീറോ മലബാർ സഭയുടെ കാര്യത്തിലുള്ള കാഴ്ചപ്പാട് എന്താണ് വെച്ചാൽ ഈ റിപ്പോർട്ട് തീർച്ചയായിട്ടും ഇത് പുറത്തു വന്നത് വളരെയധികം സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ക്രൈസ്തവ പിന്നോക്കാവസ്ഥ ഉണ്ട്, അല്ലെങ്കിൽ ക്രൈസ്തവർ ധാരാളം വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എന്നുള്ളത് സർക്കാർ തന്നെ അംഗീകരിക്കുകയും നമുക്ക് ഔദ്യോഗികമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററായിട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്തു. നമുക്ക് എവിടെയും ഇനി കോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ആധികാരികമായിട്ട് ക്രൈസ്തവ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് ഏത് വേദിയിലും സംസാരിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ കുറേ കാര്യങ്ങൾ ഒരു ലോങ് ടേമായിട്ടൊക്കെ നടപ്പിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ പോളിസി ചേഞ്ചുകൾ വരേണ്ടതുണ്ട്, നിയമപരിഷ്കരണങ്ങൾ വരേണ്ടതുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ വന്യജീവി വന നിയമങ്ങളിലൊക്കെ അത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒക്കെ തീരുമാനിക്കേണ്ട കാര്യങ്ങളുണ്ട്. കുട്ടനാടിൻ്റെ വിഷയങ്ങളിലാണെങ്കിൽ ധാരാളം ഫണ്ട് നീക്കി വയ്ക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സർക്കാർ വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഏത് സർക്കാരാണെങ്കിലും മുന്നോട്ട് വരുമ്പോൾ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഈ ജെ.ബി. കോശി കമ്മീഷനിലെ വിഷയങ്ങൾ നടപ്പിലാക്കിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത് ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ടിനെതിരെ ചില സംഘടനകളൊക്കെ
പ്രതിഷേധമൊക്കെ ഉയർത്തി. പക്ഷേ അവർ പക്ഷേ ഈ റിപ്പോർട്ട് വായിക്കാഞ്ഞിട്ടാണ് എന്നുള്ളതാണ്. അവരിത് പുറമെ അല്ലെങ്കിൽ പേര് കണ്ടുകൊണ്ട് തന്നെ പ്രതിഷേധിക്കുകയായിരുന്നു. ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏതൊരു കാര്യം എടുത്താലും അത് ക്രൈസ്തവ സമൂഹത്തിന് മാത്രമായിട്ടുള്ളൊരു കാര്യമല്ല. അത് ഇവിടുത്തെ പൊതുസമൂഹത്തിൽ ഇപ്പോൾ തീരദേശത്തിൻ്റെ വിഷയമോ മലയോര വിഷയമോ കുട്ടനാടിൻ്റെ വിഷയങ്ങളൊക്കെയാണ് അവിടെ താമസിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളുടെയും നന്മയ്ക്ക് ഉതകുന്ന വിഷയങ്ങൾ തന്നെയാണ് ഈ ജെ.ബി. കമ്മീഷൻ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ കേരളം നേരിടുന്ന കേരളത്തിലെ ജനസമൂഹങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഒരു പരിച്ഛേദമാണ് ജെ.ബി. കമ്മീഷൻ റിപ്പോർട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് ക്രൈസ്തവരുടെ പേരിലായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. വളരെ കുറച്ച് നിർദ്ദേശങ്ങൾ മാത്രമാണ് സ്പെസിഫിക്കായിട്ട് ക്രൈസ്തവരെ കോട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാ വിഭാഗങ്ങളും അത് ക്രൈസ്തവരും അതിൽ പങ്കാളികളാണ്. അതോടൊപ്പം തന്നെ മറ്റെല്ലാ വിഭാഗങ്ങളും അതിൽ പങ്കാളികളാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിനും പുരോഗതിക്കും ഉതകുന്ന എല്ലാ ജനവിഭാഗങ്ങളുടെയും നന്മയ്ക്ക് ഉതകുന്ന കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ആ ഒരു കാഴ്ചപ്പാടോടുകൂടി പൊതുസമൂഹം ഈ റിപ്പോർട്ടിനെ കാണുകയും സ്വീകരിക്കുകയും ഇതിലെ നിർദ്ദേശങ്ങളെ എല്ലാവർക്കും ഗുണമാകുന്ന നിർദ്ദേശങ്ങളാണെന്നതിനാൽ അവ നടപ്പിൽ വരുത്താനായിട്ട് എല്ലാ സമുദായങ്ങളും ഒന്നുചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. റിപ്പോർട്ടിലുള്ള പരിഹാര മാർഗങ്ങളും ശുപാർശകളൊക്കെ സാർ ഓൾറെഡി പരാമർശിച്ചിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? മറ്റു ചില പ്രധാനപ്പെട്ട ശുപാർശകൾ നമ്മുടെ ശ്രദ്ധയിൽ പെടുന്നുണ്ട്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളുടെ ജീവിതവുമായി വളരെ അടുത്ത് നിൽക്കുന്ന ചില പ്രശ്നങ്ങളാണ്. കാരണം ഇപ്പോൾ ഉദാഹരണം തീരദേശത്ത് CRZ വിഷയം 2019 പുതിയ വിജ്ഞാപനം പുറത്തിറങ്ങിയപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്കും തദ്ദേശവാസികൾക്കും ഭവനങ്ങൾ നിർമ്മിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. പക്ഷേ അവർക്ക് വീട്ടു നമ്പർ നൽകുന്ന കാര്യത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് പഠിക്കാൻ ഒരു കമ്മിറ്റിയുടെ ആവശ്യമില്ല. പക്ഷേ ശുപാർശകളിൽ ഒരു കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് വീണ്ടും കാലതാമസം വരുത്താനുള്ളൊരു ശ്രദ്ധയാണ്. അതേപോലെ തന്നെ IIMP എന്ന് പറയും, അതായത് ഇൻ്റഗ്രേറ്റഡ് ഐലൻഡ് മാനേജ്മെൻറ്റ് പ്ലാൻ വേണം. എങ്കിലുള്ള ഇതിൻ്റെ ഗുണം മത്സ്യത്തൊഴിലാളികൾ കിട്ടും. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ വാസ്തവത്തിൽ നടപടികളാണ് വേണ്ടത്. അതിലിപ്പോൾ കമ്മീഷൻ ശുപാർശ ചെയ്യുമെന്ന് പറയുന്നത് നിയമം തന്നെ വിജ്ഞാപനം തന്നെ ഇതിന് ഗവൺമെൻറ്റിനെ എംപവർ ചെയ്യുമ്പോൾ അവിടെ അത് പഠിക്കുന്നതിന് വേണ്ടി വേറെ സംവിധാനങ്ങളൊന്നും ആവശ്യം ഇല്ല. അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് നടപ്പിലാക്കി എന്ന് പറയപ്പെടുന്ന, കാരണം മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടി യോഗത്തിൽ ചില കാര്യങ്ങൾ കമ്മീഷൻ ശുപാർശകളുടെ പേരിൽ നടപ്പിലാക്കിയെന്ന് ഗവൺമെൻറ് അവകാശപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് തന്നെ പറഞ്ഞത് നിങ്ങൾ റിപ്പോർട്ടുമായിട്ട് താരതമ്യം ചെയ്തിട്ട് നോക്കുക എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ്റിൻ്റെ പക്കൽ നിർദ്ദേശം നൽകാൻ നമ്മൾ നോക്കുമ്പോഴേക്കും ചില കാര്യങ്ങൾ ഇതിനകം തന്നെ നടപ്പിലാക്കിയിട്ടുള്ള പരിപാടിയാണ്. ഉദാഹരണത്തിന് ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന സ്കോളർഷിപ്പുകൾ, അത് സെൻട്രൽ ഗവൺമെൻറ്റാണ് പ്രധാനമായിട്ട് ഫണ്ട് ചെയ്തിരുന്നത്. അത് അവർ ആ ഫണ്ട് ഉപേക്ഷിച്ചു അല്ലെങ്കിൽ അവസാനിപ്പിച്ചു. അപ്പോൾ സ്കോളർഷിപ്പുകൾ നിന്നു. അപ്പോൾ കമ്മീഷൻ ശുപാർശ ചെയ്യുന്നുണ്ട് അങ്ങനെ നിർത്തലാക്കപ്പെട്ട സ്കോളർഷിപ്പുകൾ പുനഃസ്ഥാപിക്കണം. അതിൽ ഒന്ന് വളരെ പ്രധാനപ്പെട്ടത് ഈ റിസർച്ച് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി നൽകുന്ന മൗലാന അൽ ആസാദ് സ്കോളർഷിപ്പ്, അതുകൊണ്ട് അത് നിന്നുപോയി. അപ്പോൾ അതിന് പകരം ഗവൺമെൻറ് തന്നെ ചീഫ് മിനിസ്റ്റേഴ്സ് റിസർച്ച് ഫെലോഷിപ്പ് എന്നുള്ള രീതിയിൽ 20,000 രൂപ പ്രതിമാസം കൊടുക്കുന്നു. അങ്ങനെ ഒരു വർഷം 2,40,000 രൂപ നൽകുന്ന ഒരു സ്കോളർഷിപ്പ്. അത് നിലവിലുള്ളതാണത്. അത് കമ്മീഷനും ശുപാർശ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഗവൺമെൻറ്റിന് കമ്മീഷൻ്റെ ശുപാർശ നടപ്പിലാക്കിയെന്ന് പറയാം. ബട്ട് അത് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മൈനോറിറ്റീസിനും ബാധകമായിട്ടുള്ള ഒരു സ്കോളർഷിപ്പ്. അത്തരം ചില നിലവിൽ എക്സിസ്റ്റ് ചെയ്യുന്ന നിലവിലുള്ള ചില കാര്യങ്ങൾ കമ്മീഷൻ്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നുവെന്ന് അവകാശപ്പെടുന്നുണ്ട്. അതുപോലെ പ്രതിഭാതീരം എന്ന് പറയുന്ന ഒരു പദ്ധതി, യഥാർത്ഥത്തിൽ വാസ്തവത്തിൽ വിദ്യാധീരം എന്ന് പറയുന്ന ഒരു പദ്ധതി നിലവിലുണ്ട്. വിദ്യാധീരം എന്ന് പറയുന്ന പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ ലഘൂകരിക്കണമെന്നാണ് കമ്മീഷൻ്റെ ശുപാർശ. അപ്പോൾ ഗവൺമെൻറ് പറയുന്നത് ഞങ്ങൾ പ്രതിഭാധീരം നടപ്പിലാക്കി. അത്തരം ചില അവകാശവാദങ്ങളുണ്ട്. പിന്നെ ചില ഇടങ്ങളിൽ ഞങ്ങൾ പിന്നോക്ക വകുപ്പിനെ ചുമതലപ്പെടുത്തി. അത് ഈ റിപ്പോർട്ട് വന്ന സമയത്ത് തന്നെ 234 ശുപാർശകളും മറ്റോ 34 ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിനു നൽകിയിരുന്നു. ആ ഡിപ്പാർട്ട്മെൻറ്റ്സ് മറുപടി കൊടുത്തിരുന്നത്. അതിൽ വളരെ രസകരമായൊരു കാര്യം എന്ന് പറയുന്നത് മത്സ്യവകുപ്പ് കൊടുത്തിരിക്കുന്ന മറുപടിയിൽ ഇതൊന്നും നടപ്പിലാക്കാൻ പറ്റില്ലെന്നാണ്. അത് അങ്ങനെ പറയൂ. കാരണം ഈ ഗവൺമെൻറ് ഓഫീസിലിരിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നവർ മുഴുവനും പ്രായോഗികമായിട്ട് ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരല്ല. അപ്പോൾ തീരദേശത്തെ പ്രശ്നങ്ങളോട് അത്ര താല്പര്യമില്ലാത്ത ഉദ്യോഗസ്ഥരെ അത്തരം തീരുമാനമെടുക്കുന്നത് നമുക്ക് പുതുമുള്ള ഒരു കാര്യമല്ല. ഇപ്പോൾ മത്സ്യത്തൊഴിലാളി കുഫോസിൽ
ഫിഷറീസ് സർവകലാശാലയിൽ ഫിഷറീസുമായി ബന്ധപ്പെട്ട ഒരു കോഴ്സിൽ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ, അത് കത്തോലിക്കർ മാത്രമല്ല, തീരദേശത്ത് താമസിക്കുന്ന മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ധാരാളം സംഭവങ്ങളുണ്ട്. അവരുടെ മക്കൾക്ക് റിസർവേഷൻ ഇപ്പോൾ 20% റിസർവേഷനുണ്ട്. അത് 40% ആക്കണം. ആ മേഖലയിൽ പഠിക്കുന്ന, ആ മേഖലയെ കൊണ്ട് ഉപജീവനം നടത്തുന്ന ആളുകൾക്ക് കൂടുതൽ അവസരങ്ങൾ തുറന്നു കിട്ടുക എന്ന് പറയുന്നത് പ്രായോഗികമായൊരു സമീപനമാണ്. അവിടെ ഉദ്യോഗസ്ഥർ പറയുന്നത് അത് നടപ്പില്ല. പക്ഷേ ക്യാബിനറ്റ് ഈ ശുപാർശ അംഗീകരിക്കുന്നത് വഴി വാസ്തവത്തിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ നിർദ്ദേശത്തെ തള്ളിക്കളയുക. അത്തരത്തിൽ നമുക്ക് ഈ നമ്മൾ ഉന്നയിച്ച വിഷയങ്ങൾ, JB കോശി കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ള വിഷയങ്ങൾ നടപ്പിലാക്കുന്നതിന് വളരെ നിതാന്തമായൊരു ജാഗ്രത നമുക്ക് വേണ്ടി വരും. ഓരോ ശുപാർശയും അതിൻ്റെ പ്രായോഗികമായ വശങ്ങൾ നമ്മൾ മനസ്സിലാക്കി അത് നടപ്പിലാക്കാനുള്ള ഒരു നിരന്തരമായ ഒരു പരിശ്രമം, പിന്തുടരൽ നമുക്ക് നടത്തേണ്ടി വരും. ഇത് എളുപ്പത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടപ്പിലാക്കപ്പെടുമെന്ന് കരുതുക ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപക്ഷെ സർക്കാരിനിത് തീരുമാനിക്കാം, പക്ഷെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും തീരുമാനങ്ങളെടുത്ത് നടപ്പിലാക്കാനായിട്ട് ഉണ്ടാകുന്ന പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിട്ട് മനസ്സിലാക്കുകയും അത് മറികടക്കാനുള്ള ശ്രമങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഉള്ളൊരു അഭിപ്രായം. അപ്പോൾ ഈ കമ്മീഷൻ്റെയും സർക്കാരിൻ്റെയും പരിഗണനയ്ക്ക് വിധേയമാകാത്ത, എന്നാൽ നമുക്ക് വളരെ പ്രധാനമെന്ന് തോന്നുന്ന അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് ശ്രമം ചൂണ്ടിക്കാണിക്കാമോ? തീർച്ചയായിട്ടും അങ്ങനെ നോക്കിയാൽ ഒത്തിരിയേറെ വിഷയങ്ങൾ നമുക്ക് അഡ്രസ്സ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ പഠിച്ചു നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ നികുതി അടയ്ക്കുന്ന ഭൂമിയിൽ നമുക്കാണ് അവകാശമെന്ന് നമ്മൾ എപ്പോഴും പറയുകയും കേൾക്കുകയും ചെയ്യണം. മലയോര മേഖലയിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെയൊക്കെ നാട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരും നികുതി അടയ്ക്കുന്ന ഭൂമിയിൽ മേൽ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന വസ്തുക്കളുടെ മേൽ പലപ്പോഴും ഫോറസ്റ്റിനാണ് അധികാരം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ഈ നമ്മുടെ ജീവിത നിലവാരം ഉയർത്തുവാൻ സഹായിക്കുന്ന വിധത്തിൽ നമ്മളൊക്കെ ഒരു കാർഷിക കുടുംബത്തിലുള്ളവരായും തന്നെ ചിലപ്പോൾ 1-2 മരങ്ങളൊക്കെ വെട്ടി മുറിച്ച് അതിൻ്റെതായ സാമ്പത്തികമായ ലാഭങ്ങളൊക്കെ മുന്നേ കണ്ടുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ വിവാഹം അല്ലെങ്കിൽ പഠന ചെലവ്, ഇതിനൊക്കെ വേണ്ടി സമീപിക്കുമ്പോഴാണ് പലപ്പോഴും 1000 കൂട്ടം നൂലാമാലകൾ പറഞ്ഞ് ഇവ കാര്യങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഒരു രീതി. അതേസമയം ഈ മൈനോറിറ്റി വിഭാഗത്തിന് സാർ ഓർമ്മപ്പെടുത്തി വളരെ പ്രസക്തമായ കാര്യം, പല പദ്ധതികളും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന്മേലുള്ള ഒരു തുടർ നടപടികൾക്ക് പലപ്പോഴും സാധ്യമാകുന്നില്ല. ഈ റിപ്പോർട്ടിന്മേൽ പറയുന്ന പല കാര്യങ്ങളും പല നടപടിയും പല കാര്യങ്ങളുടെ ഭാഗമായിട്ട് പലപ്പോഴും നടത്തപ്പെടുന്നു. പക്ഷേ ഈ പുതിയ വീഞ്ഞ് പഴയ തോൽക്കൂടത്തിൽ നിന്ന് പറയുന്നത് പോലെ ആ ഒരു രീതിയിലേക്ക് സർക്കാർ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ കൃഷി മേഖലയെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നാട്ടിലിറങ്ങുന്ന മൃഗങ്ങളെ കൊല്ലുവാനായി ഓൾറെഡി ഞങ്ങൾ അവകാശം കൊടുത്തു എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞങ്ങ് തീർക്കുകയാണ്. പക്ഷേ ഈ കൃഷിഭൂമിയിൽ ഇറങ്ങുന്ന പന്നികളെയോ അല്ലെങ്കിൽ ക്ഷുദ്രജീവികളെയോ ഷെഡ്യൂൾഡ് കാറ്റഗറി 2-ലും പെടുത്തുന്നു, എല്ലാ കാറ്റഗറിയിലും പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു കാരണവശാലും അതുങ്ങളെ ആട്ടി വായിക്കാൻ അല്ലെങ്കിൽ ആട്ടി ഓടിക്കാനോ പറ്റാത്തൊരു സാഹചര്യമാണ്. കാർഷിക മേഖല പാടെ തകർന്നു പോവുകയാണ്. അതേസമയം ഇതേ സർക്കാർ തന്നെ അല്ലെങ്കിൽ ഇതേ ആളുകൾ തന്നെ പറയുകയാണ്, നാട്ടിലിറങ്ങുന്ന മൃഗങ്ങളെ കൊല്ലുവാൻ ഞങ്ങൾ അനുവാദം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ പുതിയ വീഞ്ഞ് പഴയ തോൽക്കൂടത്തിൽ തന്നെയാണ്. ഈ മലയോര മേഖലയിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ നാട്ടിലുള്ള ഈ സാധാരണപ്പെട്ട ആളുകളെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങളുടെ കാര്യം വളരെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. ഈ സ്ഥാപനങ്ങളെ, അവിടെയുള്ള ആളുകളെ സംരക്ഷിക്കുന്നത് ഏത് സമുദായം ആയിക്കൊള്ളട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, പക്ഷേ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണമെന്ന് റിപ്പോർട്ട് പറയുന്നു. പക്ഷേ സർക്കാർ ഓൾറെഡി പറഞ്ഞു, ഞങ്ങൾ ഗ്രാൻറ്റുകളെല്ലാം വളരെ വിശാലമായ കാഴ്ചപ്പാടിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഗ്രാൻറ്റുകൾ കൊടുക്കുമ്പോഴും ഈ ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓർഫനേജുകൾക്കായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളായിക്കോട്ടെ, അവർ ഡേ ടു ഡേ എക്സ്പെൻസ് മീറ്റ് ചെയ്യാവുന്ന വിധത്തിലോ അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന വിധത്തിലുള്ള ഗ്രാൻറ്റുകൾ അവർക്ക് കാലതാമസം വരുന്നുണ്ട്, ഗ്രാൻറ്റുകൾ കിട്ടുന്നില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് നടപ്പാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളെ ഇവർ കുറച്ചുകൂടെ ശ്രദ്ധ കൊടുത്തുകൊണ്ടോ സർക്കാർ അത് നടപ്പാക്കണം. ഇല്ല എങ്കിൽ ഞങ്ങൾ നടപ്പാക്കുന്നുവെന്ന് വലിയൊരു അവകാശവാദം പറഞ്ഞ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ഈ റിപ്പോർട്ട് അയച്ചു കൊടുത്ത് അതിന്മേൽ അവരുടെ ഉത്തരവുകൾ ശേഖരിച്ചുകൊണ്ടിരുന്നാൽ ഇത് നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ശുപാർശകൾ ഇനി മുൻപോട്ട് വരുന്നതിലുപരിയായിട്ട് വന്നതിനെ നടപ്പാക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളതുകൂടെ നമ്മളൊന്ന് പരിശോധിക്കണം. നമ്മളിതിൻ്റെ നിരന്തരമായിട്ട് ഇതിൻ്റെ പുറകെ നമ്മളൊക്കെ ആയിരുന്നുവെങ്കിൽ മാത്രമേ ഇത് നമ്മൾ വിചാരിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിലേക്ക് ഈ ഒരു റിപ്പോർട്ട് വരികയുള്ളൂ. അച്ഛൻ അതുപോലെ ഇതുപോലെ പരിഗണിക്കപ്പെടാതെ പോയ വിഷയങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് പെട്ടെന്ന് പറയാമോ? റിപ്പോർട്ടിൽ ധാരാളം നല്ല നിർദ്ദേശങ്ങളുണ്ടെങ്കിലും ചില നിർദ്ദേശങ്ങളെ സർക്കാർ മുഖവിലയ്ക്ക് പോലും എടുത്തിട്ടില്ല എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ നടത്തിപ്പും പദ്ധതികളുടെ വിതരണവും കമ്മീഷൻ്റെ
ഉള്ള വിവേചനങ്ങളും ഒക്കെ സംബന്ധിച്ച് നമ്മൾ കൊടുത്തിട്ടുള്ള നിവേദനങ്ങളിൽ സർക്കാർ യാതൊരുവിധ നടപടികളോ പ്രഖ്യാപനങ്ങളോ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. അതുപോലെ തന്നെ EWSുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള നിവേദനങ്ങളിൽ കമ്മീഷൻ അതൊക്കെ വളരെ വ്യക്തമായിട്ടൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സർക്കാർ അതിലും ഈ കമ്മീഷൻ്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ കാര്യമായിട്ടുള്ള നടപടികളൊന്നും തന്നെ എടുത്തിട്ടില്ല. നമ്മൾ കോടതി വിധികൾ വഴിയായിട്ട് നമ്മൾ 1-2 ഇളവുകൾ നേടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ സർക്കാർ ആ ഭാഗത്തും യാതൊരുവിധ കാര്യങ്ങളും നടത്തിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ പരിവർത്തക ക്രൈസ്തവരുടെ അവരുടെ സംവരണവും ഇങ്ങനെയുള്ള അവരുടെ വിവിധ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിലും സർക്കാർ പ്രത്യേകിച്ചൊന്നും തന്നെ ഒരു നിലപാടും സ്വീകരിച്ചതായിട്ട് അവർക്ക് ഒരു ആനുകൂല്യം മാത്രമേ എന്തോ അനുവദിച്ചു കൊടുത്തുകൊണ്ട് വേറെ ഒരു നിലപാടും സ്വീകരിച്ചതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നില്ല. മലയോര കർഷകരുടെ വിഷയങ്ങളിൽ എന്തെങ്കിലും പരിഗണന നൽകുമെന്നോ അല്ലെങ്കിൽ കുട്ടനാട്ടിലെ വിഷയങ്ങൾ പരിഹരിക്കുന്നു ഒരു പൈതൃക മ്യൂസിയം മാത്രം കുട്ടനാടിനെ അനുവദിച്ചു കൊടുത്തുകൊണ്ട് ബാക്കി എല്ലാ നിർദ്ദേശങ്ങളെയും സർക്കാർ അവഗണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മലയോര കർഷകർക്ക് അവിടെ കൊടുത്തിട്ടുള്ള ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ കാർഷിക വിളകളെക്കുറിച്ച് പഠിക്കാനായിട്ട് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ കാട്ടുപന്നിയെ വെടിവെക്കുന്നതിൻ്റെ 1 വർഷം കൂടെ നീട്ടിയിട്ടുണ്ട്. പിന്നെ ഏലത്തിൻ്റെ കൃഷിനാശത്തിന് ഒരു 5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഈ 3 കാര്യങ്ങൾ മാത്രമാണ്. അതേസമയം വന്യജീവി ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട നഷ്ടപരിഹാരം, ഈ ആക്രമണം നിയന്ത്രിക്കാനുള്ള പദ്ധതി, വന്യജീവികളെ മാത്രമല്ല വനം വകുപ്പിനെയും നിയന്ത്രിക്കണം. വനം വകുപ്പും അവിടെ വളരെ ക്രൂരമായിട്ടാണ് നമ്മുടെ ആളുകളോട് എല്ലാ വിഭാഗം ജനങ്ങളോടും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്തേക്കുള്ള നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പരിവർത്തന ക്രൈസ്തവരെ സംബന്ധിച്ച് അവരുടെ കോർപ്പറേഷൻ കണ്ണൂർ ഒരു ഓഫീസ് കൂടെ തുടങ്ങാനും പിന്നെ OEC സ്റ്റൈപ്പൻറ്റും നെൽസൺ ഗ്രാൻഡ് സ്കോളർഷിപ്പ് അല്ലാന്ന് പ്രഖ്യാപിക്കും. ഈ 2 തീരുമാനങ്ങൾ മാത്രമാണ് അവരെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോട്ടയത്തും ആലപ്പുഴയിൽ ന്യൂനപക്ഷ ക്ഷേമ ധനകാര്യ വികസന കോർപ്പറേഷൻ്റെ കുറഞ്ഞ പലിശയ്ക്ക് കൊടുക്കുന്ന ലോണുകൾ കൊടുക്കുന്ന സ്ഥാപനം അതിൻ്റെ ഓരോ ഓഫീസുകൾ പുതിയതായിട്ട് ഇപ്പോഴും ഈ ഫെബ്രുവരിയിൽ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിലൊരു സൗജന്യ PSC കോച്ചിങ് സെൻറ്റർ അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ 2-3 കാര്യങ്ങൾ മാത്രമല്ലാതെ കാതലായിട്ടുള്ള വിഷയങ്ങളിൽ ഒന്നും തൊടുകയോ ഒരു നിലപാടുകൾ സ്വീകരിക്കുകയോ സർക്കാർ ചെയ്തിട്ടില്ല. ഇങ്ങനെ പുറമെ ഒന്ന് പുട്ടിയടിച്ച് വിടുന്ന ഒരു നിലപാട് മാത്രമാണ് സർക്കാർ ഈ വിഷയങ്ങളിൽ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. എല്ലാ വിഷയങ്ങളുടെയും കാര്യം തന്നെ. ജൂഡ് സാറിന് എന്താണ് പറയാനുള്ളത്? ഈ റിപ്പോർട്ട് ഏതായാലും ഇപ്പോൾ പരസ്യപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് അതിലുള്ള ശുപാർശകൾ ഗവൺമെൻറ്റിന് മുൻപിൽ സമർപ്പിച്ചിരിക്കുന്ന ശുപാർശകൾ നമുക്ക് അറിയാം. ഒരുപക്ഷെ ഗവൺമെൻറ് ഇനി അധികം കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം ഈ ഗവൺമെൻറ്റിന് ഇല്ല. പക്ഷേ ഈ സർക്കാർ എന്ന് പറയുന്നത് ഒരു തുടർച്ചയാണ്. അത് ഒരുപക്ഷെ അതിന് നേതൃത്വം നൽകുന്നത് ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ആയിരിക്കാം. പക്ഷേ ഇപ്പോൾ ഒരു ക്യാബിനറ്റ് ഈ ശുപാർശകൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു തീരുമാനമാണ്, ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു. അത് തുടർന്ന് കൊണ്ടുപോകാനായിട്ട് എല്ലാ ഗവൺമെൻറ്റുകൾക്കും ബാധ്യത ഉണ്ട്. ആ രീതിയിൽ നമുക്കിതിനെ കാണാൻ ശ്രമിക്കുക. കാരണം ഇപ്പോൾ ഒരുപക്ഷെ ഒരു തീരുമാനം നമുക്ക് നടപ്പിലാക്കാനായിട്ട് ചില അവകാശം, ഇപ്പോൾ ഉദാഹരണത്തിന് മത്സ്യത്തൊഴിലാളികൾ കടലവകാശം, ഇപ്പോൾ ആദിവാസികൾക്ക് കാട് അവരുടെ അവകാശം അല്ലേ എന്ന് പറയുന്നത് പോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് കടലവകാശം അവരുടെ അവകാശമാണെന്ന് സ്ഥാപിക്കുന്ന ഒരു നിയമം, കടലവകാശ നിയമം JB കോശി കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷെ അത് ഒരുപക്ഷെ നാളെ ഒരു സുപ്രഭാതത്തിൽ അത് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഒരു അല്പം സമയം സാവകാശം വേണ്ടി വരും. അപ്പോൾ നമുക്ക് വളരെ ഇമ്മീഡിയറ്റായിട്ട് ഹ്രസ്വകാലത്ത് നടപ്പിലാക്കാൻ കഴിയാവുന്ന ശുപാർശകളെ വേർതിരിച്ചെടുക്കണം. ദീർഘകാലത്തേക്ക് നടപ്പിലാക്കേണ്ട പ്രോഗ്രാം ആ രീതിയിൽ വേർതിരിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് തന്നെ ഒരു ആക്ഷൻ പ്ലാൻ നമ്മൾ രൂപപ്പെടുത്തുകയും അതിനനുസരിച്ച് നമുക്ക് ഗവൺമെൻറ്റിൽ നിരന്തരം ബന്ധപ്പെട്ട് നേടിയെടുക്കാനും കഴിയണം. ഒരു പക്ഷേ നമ്മൾ അധികം ആവേശത്തോടെ ഇതിനെ സമീപിച്ചാൽ ഒരു പക്ഷേ നിരാശരാകും. വളരെ സാവകാശം ഗവൺമെൻറ്റിനെ സമീപിക്കുകയാണ്. അത് ഈ ഗവൺമെൻറ് തന്നെയല്ല, ഏത് ഗവൺമെൻറ് ആണെങ്കിലും ആ ഗവൺമെൻറ്റിനെ സമീപിക്കുകയാണ് ആരോഗ്യകരമെന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ പറഞ്ഞ പോലെ സർക്കാരിനൊപ്പം നിതാന്ത ജാഗ്രത പുലർത്തിക്കൊണ്ട് ഓരോ സഭകളും പ്രവർത്തിക്കേണ്ടതിൻ്റെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ സർക്കാരിൻ്റെ പെർവ്യൂവിനപ്പുറം നമ്മുടെ സഭാതലത്തിൽ അതുപോലെ സമുദായ സംഘടനയുടെ തലത്തിലൊക്കെ എന്തൊക്കെ തരം ശ്രമങ്ങൾ ഇതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കും? അതിനുള്ളൊരു രൂപരേഖ, കർമ്മ പദ്ധതിയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും സഭ എപ്പോഴും ചിന്തിക്കുക ഒരു വിശാലമായ കാഴ്ചപ്പാടിലാണ്. ഈ റിപ്പോർട്ട് സഭ പഠിക്കുന്നതോടൊപ്പം തന്നെ ഇത് നടപ്പാക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഒരു കടമയാണെങ്കിൽ തന്നെ
അത് സഭയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ചിന്ത സഭയുടെ പിതാക്കന്മാർ അല്ലെങ്കിൽ വിവിധ വേദികളിൽ ചർച്ച ചെയ്യുകയും അത് പഠിക്കുകയും ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് സഭയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ റിപ്പോർട്ടിന്മേൽ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഓരോ വ്യക്തിഗത സഭകൾക്കും അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റ് ഇതര സഭകൾക്കും അവരുടെ അവകാശങ്ങൾ ഈ റിപ്പോർട്ടിനകത്ത് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാനും അത് പരിശോധിച്ച ഇടങ്ങളിൽ വേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതിനോടകം തന്നെ സഭ പ്രതികരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ മത അധ്യാപകരുടെ ക്ഷേമനിധിയെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു കാര്യം നമ്മൾ ഈ ഒരു റിപ്പോർട്ട് വന്നു, അതിനുശേഷം പഠന വിധേയമാക്കി, അത് വേണ്ട എന്നുള്ള ഒരു നിലപാടിലേക്ക് സഭ കടന്നു വരുമ്പോൾ സഭ ഇതിന്മേൽ ഒന്നും ചെയ്യാതിരിക്കുന്നില്ല. സഭ പൊതുവിൽ ഒരു സമൂഹത്തിന് ആവശ്യമുള്ള വിധത്തിൽ ഒരു ഈ റിപ്പോർട്ട് മുമ്പേ ആരും ഓർമ്മപ്പെടുത്തിയത് ഒരു ചേരിതിരിവ്, ഒരു വർഗീയ ചേരിതിരിവിന് വരാത്ത വിധത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിധത്തിൽ സഭ ഇതിന്മേൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുന്നോക്ക വിഭാഗമെന്ന് കരുതുന്ന ഇടയിലും പിന്നോക്കം പോകുന്ന ആളുകൾ കൂടെയുണ്ട്. നമ്മൾ ഒരു സമുദായത്തെ മാത്രം പറയുമ്പോൾ ഭൂരിപക്ഷം വരുന്ന സമുദായത്തിലും പിന്നോക്കം നിൽക്കുന്ന ആളുകളുണ്ട്. അവരെ കൂടെ സഭ അഡ്രസ്സ് ചെയ്യണമെന്നുള്ള ഒരു പൊതു നിലപാട് ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇനി കേരള സഭയിലല്ല, കേരളത്തിലെ മുഴുവൻ സഭകളുടെയും ഒരു പൊതുവേദിയിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാവരുടെയും അവകാശങ്ങളുടെ ഒപ്പം നിൽക്കാനാണ് സഭ ആഗ്രഹിക്കുക, മലങ്കര സഭ ആഗ്രഹിക്കുക. അല്ലാതെ മലങ്കര സഭ മറ്റൊരു സഭയ്ക്ക് അനുകൂലമാകുന്ന കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ഒരു നിലപാടല്ല, മറിച്ച് എല്ലാ സഭകൾക്കും ലഭിക്കാവുന്ന ന്യായമായ അംഗീകാരങ്ങൾ, ന്യായമായ അവകാശങ്ങൾ, അതിനൊപ്പം തന്നെയാണ് മലങ്കര സഭയുടെയും പൊതുവായിട്ടുള്ള നിലപാട്. ആ നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെയും ആർക്കും ഒരു ഏറ്റക്കുറച്ചിലുകളോ കുറവുകളോ കൂടുതലുകളോ ഉണ്ടാകാതെ സഹോദരരെ പോലെ ഒരുമിച്ച് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു അവകാശത്തിന് വേണ്ടിയാണ് മലങ്കര സഭ ആഗ്രഹിക്കുക. സീറോ മലബാർ സഭയുടെ ഒരു കാഴ്ചപ്പാട് എന്താ? സീറോ മലബാർ സഭ JVCOC കമ്മീഷൻ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞ് സഭയുടേതായിട്ടുള്ള റിപ്പോർട്ട്, അതായത് നിവേദനം, അത് സമഗ്രമായിട്ട് ഈ വിഷയങ്ങളെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തി 2021 നവംബറിലാണ് കമ്മീഷൻ സമർപ്പിച്ചത്. അതിനുശേഷം വന്ന സിനഡിൽ 22 ജനുവരിയിലെ സിനഡിൽ ഈ റിപ്പോർട്ട് നമ്മളെ സമർപ്പിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ വന്നു കഴിഞ്ഞപ്പോൾ ആ സിനഡിൽ ഉണ്ടായ ഒരു ചോദ്യമാണ്, നമ്മളെല്ലാ കാര്യങ്ങളും സർക്കാരിനോട് ചോദിച്ചുകൊണ്ടിരിക്കാതെ നമുക്ക് തന്നെ നമ്മുടെ ഇടയിൽ നമ്മുടെ ശുദ്ധീകരണത്തിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവുകയും അതിനെ സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. കമ്മീഷൻ ഒരു വിശദമായിട്ടുള്ള പഠനങ്ങളും ചർച്ചകളും സർവേ ഒത്തിരിയേറെ കാര്യങ്ങളെ, ഒന്നാമത് കമ്മീഷൻ റിപ്പോർട്ടിന് വേണ്ടി കുറേ കാര്യങ്ങൾ നമ്മൾ നടത്തിയിരുന്നു. അത് മുന്നോട്ട് കൊണ്ടുപോയി നമ്മളൊരു സമഗ്രമായിട്ടൊരു കർമ്മ പദ്ധതി തയ്യാറാക്കി 23 സിനഡിൽ സമർപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനം പിന്നീട് പാലായിലെ സഭയുടെ അസംബ്ലി നടന്നു, സീറോ മലബാർ സഭ അസംബ്ലി നടന്നു. അതിൻ്റെ എല്ലാം കൂടെ സമഗ്രമായിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ ഫലമായിട്ട് 2026 സീറോ മലബാർ സഭ സമുദായ ശക്തീകരണ വർഷമായിട്ട് പ്രഖ്യാപിച്ചു. അതിൻ്റെ ഒരുക്കങ്ങൾ 2025 തന്നെ ജനുവരിയിൽ, അത് 2020 ജനുവരി സെൻറ്റ് പ്രഖ്യാപിച്ചു. ഓഗസ്റ്റിൽ തന്നെ അതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി നമ്മളതിൻ്റെ പ്രാരംഭ നടപടി, അതായത് ബോധവൽക്കരണം, നമ്മളൊരു കൈപ്പുസ്തകം തയ്യാറാക്കുകയും നമ്മുടെ പിന്നോക്കാവസ്ഥകളെ 12 മേഖലകളായിട്ട് തിരിച്ച് ആ 12 മേഖലകളിലെ നമ്മുടെ വിഷയങ്ങളും പരിഹാര മാർഗങ്ങളും അഡ്രസ്സ് ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു ബുക്ക്ലെറ്റൊക്കെ ഉണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടവകളിലും എല്ലാം ബോധവൽക്കരണ ക്ലാസ്സുകൾ കൂട്ടായ്മകളിലൂടെയൊക്കെ നടത്തി വരിക. ആ ബോധവൽക്കരണത്തിന് നടപടികൾ ഇപ്പോഴും തുടരുന്നുണ്ട്. അതേസമയം 2026 ജനുവരി മുതൽ ഇപ്പോൾ അതിൽ കുറേ 40ഓളം പ്രായോഗിക കർമ്മ പദ്ധതികൾ നിർദ്ദേശിച്ചു. ആ കർമ്മ പദ്ധതികൾ നമ്മൾ ഇടവകളിലൊക്കെ നടപ്പിലാക്കാനായിട്ട് ആരംഭിക്കുകയും ജനുവരി മുതൽ ആരംഭിക്കുകയും അങ്ങനെ ആ പദ്ധതികൾ നടപ്പിലായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു സമുദായ ശക്തീകരണ വർഷം തന്നെ 2026 പൂർത്തിയാകുമ്പോൾ നമുക്ക് ഈ വെല്ലുവിളികളൊക്കെ ഏറ്റവും കുറഞ്ഞത് ഈ വെല്ലുവിളികളെക്കുറിച്ചുള്ള അവബോധം ആളുകളിലെങ്കിലും എത്തിക്കാനായിട്ടും കുറച്ചൊക്കെ പരിഹാര നടപടികളിലേക്ക് മുന്നോട്ട് പോകാനും സാധിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ JVCOC കമ്മീഷൻ 284 ശുപാർശകൾ ഗവൺമെൻറ്റിന് നൽകിയിട്ടുണ്ട്. അത് ഗവൺമെൻറ് തനിയെ അല്ലെങ്കിൽ ഗവൺമെൻറ് മാത്രം ചെയ്യട്ടെ എന്ന് കരുതി മാറി നിൽക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ യുവജനങ്ങൾക്ക് തൊഴിൽ നൽകുന്ന സംരംഭങ്ങൾ പറ്റിയുള്ളൊരു ശുപാർശയുണ്ട്. അവിടെ നമുക്ക് നല്ല മോഡൽസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് യുവജനങ്ങൾ എൻഗേജ് ചെയ്യുന്ന നല്ല വ്യവസായിക മോഡൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ഉദാഹരണത്തിന് ഈ കോപ്പറേറ്റീവ് മോഡലിലൊക്കെ നമുക്ക് നല്ല സംരംഭങ്ങളെ രൂപപ്പെടുത്താൻ കഴിയും. അതുവഴി അത് നമ്മുടെ ഭാഗത്തുനിന്ന് ചില ഗവേഷണ കേന്ദ്രങ്ങളെ പറ്റി പറയുന്നത്, ചവിട്ടുനാട് എക്സാമ്പിൾ, ചവിട്ടുനാട് ഗവേഷണ കേന്ദ്രം നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യാം. ഗവൺമെൻറ്റിനോട് നമുക്ക് അതിൻ്റെ സാമ്പത്തികം ഉൾപ്പെടെയുള്ള സപ്പോർട്ട് ചോദിക്കാം. ഗ്രാൻറ്റുകൾ ഗവൺമെൻറ് നൽകുന്നുണ്ട്. നമ്മുടെ ഓട്ടോണമസ് കോളേജസ് ഉണ്ട്. അപ്പം നമ്മുടെ ഭാഗത്തു നിന്ന് ചില ഇനീഷ്യേറ്റീവ്സ് ഇതിനോടൊപ്പം ഉണ്ടാകണം. അതേപോലെ തന്നെ കോച്ചിങ് സെൻറ്റേഴ്സ്, ഗവൺമെൻറ്റിൻ്റെ കോച്ചിങ് സെൻറ്റേഴ്സ് വരട്ടെ.
നമുക്കും നമ്മുടേതായ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാവണം. അപ്പോൾ എൻ്റെ ഒരു നിർദ്ദേശം, ഓരോ വ്യക്തിസഭയും ആ വ്യക്തിസഭയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ കഴിയും എന്നുള്ളതിനെപ്പറ്റി ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാവുക. കേരളത്തിലെ കത്തോലിക്ക സഭ പ്രത്യേകിച്ച് ഒരുമിച്ച്, അല്ലെങ്കിൽ ക്രൈസ്തവ സഭ ഒരുമിച്ച് അഡ്രസ്സ് ചെയ്യേണ്ട ചില ഇഷ്യൂസ് ഉണ്ട്. ആ അഡ്രസ്സ് ചെയ്യുമ്പോൾ എങ്ങനെ ഒരു പൊതു സമീപനം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും, ആ രീതിയിലുള്ള ഡയലോഗ്സ് ഉണ്ടാവണം, സംവാദങ്ങൾ ഉണ്ടാവണം. അതിൽ നിന്നും ഒരു കർമ്മ പരിപാടി രൂപപ്പെടുത്തി അതൊരു പക്ഷേ KCBC POC തന്നെ നേതൃത്വത്തിൽ ആ രീതിയിൽ നമുക്ക് വളരെ വ്യക്തമായ ഒരു ധാരണയോടെ മുന്നോട്ട് പോകാൻ സാധിക്കണം. നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സർക്കാരിനെ മാത്രം ഏൽപ്പിച്ച് നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ല എന്നതാണ് നമ്മുടെ ഒരു കാഴ്ച. യുവജനങ്ങളുടെയും സ്ത്രീകളുടെയും ഒക്കെ ക്ഷേമത്തിന് വേണ്ടിയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ ഇതുപോലെ സഭകൾക്ക് കൃത്യമായി ചെയ്യാൻ പല കാര്യങ്ങളുമുണ്ട്. ഇനിയൊരു കാര്യം എനിക്ക് നിങ്ങളോടൊക്കെ ചോദിക്കാനുള്ളത്, ഈ ശുപാർശകൾ നടപ്പിലാക്കപ്പെടുമ്പോൾ നമുക്കിടയിലും മറ്റു മതവിഭാഗങ്ങൾ തമ്മിലുമൊക്കെ ഉണ്ടാവാനിടയുള്ള നയപരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളും അവിടെ നിന്ന് വരാൻ സാധ്യതയുള്ള ചില പ്രതിഷേധങ്ങളും അതിനെയൊക്കെ എങ്ങനെ നമുക്ക് സമീപിക്കാം, എങ്ങനെ ഒരു സമവായത്തിൽ ഒരുമിച്ച് ഉള്ളൊരു യാത്രയിലേക്ക് എല്ലാവരും ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും? നമ്മൾ നമ്മുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ മാത്രമേ ഉന്നയിച്ചിട്ടുള്ളൂ. നമ്മുടെ അന്യായമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഉദ്ദേശിച്ച് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സമൂഹത്തെ ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ആ ശുപാർശകളിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ നമ്മുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ന്യൂനപക്ഷ പദ്ധതികളിൽ തുല്യത എന്ന് പറയുന്നത് ഇന്ത്യയിൽ പൗരൻ്റെ അവകാശത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഓരോ വിഷയങ്ങളിൽ അപ്പോൾ നമുക്ക് ആ ഒരു തുല്യത നമുക്ക് ലഭിക്കുന്നതിൽ, നമ്മുടെ അവകാശങ്ങൾ നമ്മൾ നേടിയെടുക്കുന്നതിൽ മറ്റൊരു വിഭാഗം അസ്വസ്ഥത പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. അത് അവരുടെ സങ്കുചിത്വം കൊണ്ട് ഉണ്ടാകുന്നതാണ് അപ്രകാരം ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതെങ്കിൽ. അപ്പോൾ നമ്മൾ എല്ലാ വിഭാഗം ആളുകൾ, ഇപ്പം പരിവർത്തിത ക്രൈസ്തവരുടെ വിഷയങ്ങൾ, അവരെത്രയോ നാളായിട്ട് 70 വർഷത്തിന് മുകളിലായിട്ട് ഈ ഒരു വലിയ അനീതി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പൂർവികരും വളരെയധികം കഷ്ടപ്പെട്ടവരാണ്. അപ്പോൾ പക്ഷേ അവർക്ക് അതിൻ്റേതായിട്ടുള്ള യാതൊരു ബെനിഫിറ്റും ലഭിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ അവകാശങ്ങളിലേക്കൊക്കെ നമ്മൾ വായിച്ചു നോക്കിയാൽ അവർക്ക് തികച്ചും ന്യായമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു ന്യായാധിപനാണല്ലോ. ജസ്റ്റിസ് JB കോശി, പേര് തന്നെ ജസ്റ്റിസ് ആണ്. അദ്ദേഹം ഒരു പാട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അന്യായമായിട്ടുള്ള കാര്യങ്ങൾ, അന്യായമായ എന്തെങ്കിലും അവകാശങ്ങളെ കൊടുക്കണമെന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തുമെന്ന് തന്നെ നമുക്ക് കരുതാനായിട്ട് സാധിക്കില്ല. അദ്ദേഹം വളരെ ജെൻറ്റിലായിട്ടുള്ളൊരു മനുഷ്യനാണ്. മറ്റ് സമുദായങ്ങളും പറയാനുള്ളത്, ഇതിൽ ആശയങ്ങളുണ്ട്, അവരെ ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കി, ഏറ്റവും ആദ്യം വായിച്ചു നോക്കി ഇതിലെ ന്യായത്തെ അംഗീകരിക്കാനായിട്ട് എല്ലാവരും തയ്യാറാകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഏതെങ്കിലും മറ്റ് സമൂഹങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കുന്ന ശുപാർശകളൊന്നും എനിക്ക് ഇതിനകത്ത് കാണാൻ പറ്റിയിട്ടില്ല. ഒരുപക്ഷെ എന്തെങ്കിലും എതിർപ്പുകൾ ആരെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണയായിരിക്കും. അപ്പോൾ തീർച്ചയായും നമുക്ക് അതൊന്നും ഒരു എതിർപ്പിൻ്റെ സ്വരമായിട്ട് കാണേണ്ട. ഡയലോഗ്സ് എപ്പോഴും നല്ലതാണ്. അവരുമായി സംസാരിക്കാനും അവരുടെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാനും നമ്മുടെ ഭാഗത്തു നിന്ന് ഇനിഷ്യേറ്റീവ് ഉണ്ടാവണം, മുൻകൈ എടുക്കണം. ഡയലോഗ് ചെയ്യാനും അവരുടെ തെറ്റിദ്ധാരണകൾ പരിഹരിക്കുന്നതിനുമുള്ള ഡയലോഗ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഡയലോഗ്സ് എപ്പോഴും ആവശ്യമാണ്. അത് നമ്മുടെ കത്തോലിക്ക സഭയുടെ തന്നെ ഒരു മുഖമുദ്രയാണ് അല്ലേ, നിരന്തരം സംഭാഷണങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത്. അപ്പം മറ്റ് സമൂഹങ്ങളുമായി സൗഹൃദത്തിൽ പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അനാവശ്യമായി അവരെ പ്രകോപിപ്പിക്കാനോ നമ്മൾ മുതിരാതിരിക്കുക എന്നുള്ളത് നമ്മൾ ഒരു സാമാന്യമായ രീതിയിൽ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഡയലോഗാണ് ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന്. ജസ്റ്റിസ് JB കോശി കമ്മീഷനെ കുറിച്ചുള്ള ഒരു പ്രാഥമിക അപഗ്രഥനമായിരുന്നു എങ്കിൽ പോലും വളരെ ഗൗരവതരമായ വിധത്തിൽ ആഴത്തിൽ തന്നെ ചർച്ചകൾ ഇവിടെ നടക്കുകയുണ്ടായി. ചർച്ചകളെ ഒന്ന് ഉപസംഹരിക്കാനായിട്ട് ഞാൻ ഫാദർ തോമസിനെ ക്ഷണിക്കുന്നു. വളരെ ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഉപസംഹരിക്കുമ്പോൾ 2-3 ചിന്തകളാണ് എനിക്ക് വരുന്നത്. ഒന്ന്, ഏതായാലും ഇതൊരു ഔദ്യോഗിക രേഖയായി ഒരു ഗവൺമെൻറ് മന്ത്രിസഭ അംഗീകരിച്ച ഒരു രേഖ എന്ന് പറയുമ്പോൾ ഇനി അത് ആർക്കും നിഷേധിക്കാൻ സാധിക്കത്തില്ല, അതിനെ മാറ്റിവെക്കാനും പറ്റത്തില്ല. വിവരാവകാശ നിയമത്തിൻ്റെ പോലും പരിധിയിൽ വരുന്ന രീതിയിലുള്ള ഒരു രേഖയായിട്ടത് മാറിയിട്ടുണ്ട്. പിന്നെ സർക്കാരുകൾ എപ്പോഴും നമുക്കൊരു തുടർച്ചയാണ്. അത് വിവിധ മുന്നണികളോ വിവിധ പാർട്ടികളോ ഒക്കെ ആയിരിക്കും നയിക്കുന്നതെങ്കിലും സർക്കാർ തുടർച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സർക്കാർ ചെയ്ത ഒരു കാര്യത്തെ മറ്റൊരു സർക്കാർ വന്നാലും തള്ളിക്കളയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അവിടെയാണ് നമ്മുടെ ജാഗ്രത ആവശ്യമായിരിക്കുന്നത്. ഓരോ സഭകളും വ്യക്തിസഭകളായിട്ടും സഭകൾ സംയുക്തമായിട്ടും ഈ പ്രോസസ്സിനെ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ മുഖ്യമന്ത്രിയുമായിട്ടുണ്ടായിരുന്ന മീറ്റിങ്ങിലും നമ്മൾ ആവശ്യപ്പെട്ടൊരു കാര്യം അതായിരുന്നു. ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി, നടപ്പിലാക്കലിനു വേണ്ടി ഒരു സമിതി രൂപീകരിക്കണം, അതിൻ്റെ ഒരു മേൽനോട്ട സമിതി രൂപീകരിക്കണം.
അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നോഡൽ ഓഫീസറെയോ അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസറി കമ്മിറ്റിയോ വല്ലതും വെക്കണം. കാരണം ഇപ്പോൾ സഭകൾക്ക് ആരോടാണ് ഇതുമായിട്ട് ബന്ധപ്പെടേണ്ടതെന്നുള്ള രീതിയിൽ അത് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. മുഖ്യമന്ത്രി അതിനെ വെൽക്കം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന്. രണ്ടാമത് ചിന്ത, ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല. അത് നമ്മുടെ ഭാഗത്തും ഉണ്ടാകാൻ പാടില്ല, സർക്കാരിൻ്റെ ഭാഗത്തും ഉണ്ടാകാൻ പാടില്ല, രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തും ഉണ്ടാകാൻ പാടില്ല. കാരണം ചിലപ്പോഴിത് ചില പാർട്ടികൾ അവരുടെ മേന്മയായിട്ട് കാണുകയോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ഗവൺമെൻറ് വെച്ചതുകൊണ്ട് ആ ഗവൺമെൻറ്റിൻ്റെ പാർട്ടികൾക്കെതിരായിട്ട് ഇത് ഉപയോഗിക്കുകയോ ഒന്നും ചെയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടാവണം. സത്യസന്ധമായും ആത്മാർത്ഥമായും നടപ്പിലാക്കുവാൻ തുടർന്നു വരുന്ന സർക്കാരുകൾ തയ്യാറാവണം. അതിന് ആ സർക്കാർ, ഏത് സർക്കാർ വന്നാലും ആ സർക്കാരിനോട് കൂടെ നമ്മളും സഭയും ചേർന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഒരു ചിന്തയായിട്ട് വരുന്നത്. പിന്നെ മറ്റൊന്നുള്ളത്, നമ്മൾ ഈ റിപ്പോർട്ട് വായിച്ചു പോകുമ്പോൾ നമുക്കറിയാം, അത് മുഖ്യമന്ത്രി അന്ന് മീറ്റിങ്ങിൻ്റെ സമയത്തും പറഞ്ഞതാണ്, ചില കാര്യങ്ങൾ ഒരു ഗവൺമെൻറ് ഓർഡർ കൊണ്ട് നടപ്പിലാക്കാൻ പറ്റുന്നതായിരിക്കും. പക്ഷെ ചിലത് നിയമ ഭേദഗതികൾ ആവശ്യമുള്ളതുണ്ടാവും. അത് കേന്ദ്ര ഗവൺമെൻറ്റും ആയിട്ടൊക്കെ ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കാണും. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിലും കൂടെ സ്വാധീനം ചെലുത്തി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ മാറ്റം വരുത്തേണ്ടതുണ്ട്. ചിലപ്പോൾ കേരള ഗവൺമെൻറ് തന്നെ പുതിയ ചില നിയമങ്ങൾ ഉണ്ടാക്കേണ്ടി വരുമായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ കൃത്യമായിട്ട് വ്യവച്ഛേദിച്ച് പഠിക്കണം. ഇപ്പോൾ ഈ നടന്നതുപോലെയുള്ള ചർച്ചകൾ നമ്മുടെ ഓരോ വ്യക്തി സഭകളിലും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ കമ്മീഷൻ്റെ മുമ്പിൽ റിപ്പോർട്ട് സമർപ്പിക്കാനൊക്കെ വേണ്ടി നമ്മൾ നല്ല ടീമുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരൊരുമിച്ചിരുന്ന് ഇതുപോലെ തന്നെ ഈ റിപ്പോർട്ടിനെ അപഗ്രഥിക്കുകയും ഏതിനൊക്കെയാണ് നിയമ ഭേദഗതി ആവശ്യമുള്ളത്, ഏതിനൊക്കെയാണ് പുതിയ നിയമങ്ങൾ ഉണ്ടാവേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സർക്കാരിൻ്റെ മുൻപിലേക്ക് ഇനിയും നിർദ്ദേശങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അതുതന്നെയാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. നിങ്ങളിത് വായിച്ച് പഠിച്ചിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തരിക, അത് പരിഗണിച്ചുകൊണ്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നൊരു പ്രശ്നം അതാണല്ലോ. ഇപ്പോൾ PWDയുമായിട്ട് വാട്ടർ അതോറിറ്റി അംഗീകരിക്കുകയില്ല, വാട്ടർ അതോറിറ്റിയുമായിട്ട് KCB അംഗീകരിക്കുകയില്ല. ഇങ്ങനത്തെ ഒരു പ്രശ്നം നമ്മുടെ ഭരണത്തിൽ കിടപ്പുണ്ട്. അത് ഈ റിപ്പോർട്ടിൻ്റെ നടപ്പാക്കലിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് തന്നെ പറഞ്ഞത് 34 വകുപ്പുകൾക്ക് ഈ റിപ്പോർട്ട് കൊടുത്തിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിർദ്ദേശം കൊടുക്കാൻ പറഞ്ഞുകൊണ്ടാണ്. ചിലർ നിർദ്ദേശം കൊടുത്തു, ചിലർ കൊടുത്തിട്ടില്ല, ചിലർ പറ്റുകയെന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ ഇതിനെ ആരാണ് ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് മോണിറ്റർ ചെയ്യുന്നത്? അതുകൊണ്ട് ഈ മോണിറ്ററിങ് സെല്ല് അല്ലെങ്കിൽ ഒരു മോണിറ്ററിങ് കമ്മിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിലും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കേട്ട റിപ്പോർട്ട് വന്ന ആ സമയം മുതൽ പറയുന്നതാണ് കുറേ കാര്യങ്ങൾ നടപ്പിലാക്കി എന്നുള്ളത്. അതൊരു അവകാശവാദം മാത്രമായിട്ടാണ് തോന്നുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിലും ഇതിൻ്റെ ഒരു നടപ്പിലാക്കുക എന്ന് പറഞ്ഞ് അവിടെ കുറേ കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു. പക്ഷേ അവതരിപ്പിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞത് 2013 മുതലൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അത് ഈ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ നടപ്പിലാക്കിയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ അതേസമയം ഈ റിപ്പോർട്ടിലുള്ള ചില കാര്യങ്ങൾ, ഈ നടക്കുന്ന ചില പദ്ധതികളുണ്ട് എന്ന് വേണമെങ്കിൽ അവർക്ക് അവകാശപ്പെടാം. അത് മാത്രമേ ഉള്ളൂ. പിന്നെയുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി ഓരോ സഭാവിഭാഗങ്ങളും ഈ ഒരു പഠന പ്രക്രിയ ഗൗരവമായിട്ടെടുത്ത് നമ്മൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. പിന്നെ ഒരു നമ്മുടെ ഭാഗത്തും ഒരു ജാഗ്രത വേണ്ടൊരു കാര്യം, ചില വിഷയങ്ങളിൽ ഇതിപ്പോൾ നമുക്കറിയാം കത്തോലിക്ക സഭ മാത്രമല്ല, ക്രൈസ്തവ സഭകൾ മൊത്തമാണ് വരുന്നത്. അപ്പോൾ ക്രൈസ്തവ സഭകൾക്കിടയിൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ കാര്യങ്ങളിലുണ്ട്. ഒരു ഉദാഹരണം, ഇപ്പോൾ നമ്മുടെ മതാധ്യാപക ക്ഷേമനിധി എന്നുള്ള ആ ഒരു കാര്യം വന്നപ്പോഴത്തേക്ക് കത്തോലിക്ക സഭ ഒരുമിച്ച് ആലോചിച്ച് വ്യക്തമായ ഒരു നിലപാടെടുത്തു. ആ നിലപാട് നമ്മളുടെ വിശ്വാസ പാരമ്പര്യങ്ങളുടെയും ബോധ്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ മറ്റു ചില സഭകൾ അത് അങ്ങനെയല്ല, അത് വേണം, അത് നല്ലതാണ് എന്നുള്ള രീതി ചിന്തിക്കുന്ന സഭകളുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ കുറച്ച് സഭകളും ഒക്കെ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ വരാം. അവിടെ നമ്മൾ ഒരുപക്ഷെ മുൻകൈ എടുത്തുകൊണ്ട് ചെയ്യാവുന്നൊരു കാര്യം, എല്ലാ സഭാവിഭാഗങ്ങളുമായിട്ട് ഇങ്ങനെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ ഇരുന്ന് ചർച്ച ചെയ്യുക. ഒരു അഭിപ്രായ സമന്വയത്തിലേക്ക് എത്രമാത്രം വരാമോ അത്രയും അഭിപ്രായ സമന്വയം ഉണ്ടാക്കുവാനായിട്ട് പരിശ്രമിക്കുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. അതിനും ഉപരിയായിട്ടൊരു കാര്യമാണ്, മറ്റ് വിഭാഗങ്ങൾ, മറ്റ് ജാതികളും അല്ലെങ്കിൽ മറ്റ് മതങ്ങളും അല്ലെങ്കിൽ മറ്റ് സമുദായങ്ങളുമൊക്കെ ഈ ഒരു റിപ്പോർട്ടിനെ വളരെ ശക്തമായിട്ട് എതിർക്കുന്ന ചില, നമുക്ക് റിപ്പോർട്ട് പുറത്ത് വന്നപ്പോൾ തന്നെ ചില വിഭാഗങ്ങൾ ഇവിടെ അതിനെ എതിർക്കുകയും അത് പാടില്ല, അല്ലെങ്കിൽ ഇത് നടപ്പിലാക്കാൻ പാടില്ല എന്നൊക്കെ പറയുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ട്.
അതിപ്പോൾ ഇവിടെ ചർച്ചയിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പലതും തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെയും നമുക്കൊരു തുറവിയുള്ള മനോഭാവത്തോടെ അവരുമായിട്ടും സഭാവിഭാഗങ്ങളായിട്ട് മാത്രമല്ല മറ്റ് സമുദായങ്ങളുമായിട്ട് പോലും ഒരു തുറന്ന ചർച്ചയ്ക്ക് നമ്മൾ തയ്യാറാവുകയും ഇവിടെ ആരുടെയും അവകാശങ്ങളെ കവർന്നെടുത്തുകൊണ്ട് അന്യായമായിട്ട് ഒന്നും ഇവിടുത്തെ ക്രൈസ്തവ സഭ നേടിയെടുക്കാനായിട്ട് നോക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ വ്യക്തമായിട്ട് അവരെയും പൊതുസമൂഹത്തെയും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. നമുക്കറിയാം, ഇതിനു മുമ്പും പല കമ്മീഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. നരേന്ദ്രൻ കമ്മീഷൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് പല കമ്മീഷൻസും ഇതുപോലെ പല ഭാഗങ്ങളെക്കുറിച്ച് പഠിക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മളാരും എതിർക്കാനൊന്നും പോയിട്ടില്ല. കാരണം ഓരോ ഇവിടുത്തെ പൗരന്മാർക്ക് ഏതെങ്കിലും കാരണവശാൽ സാമൂഹ്യമായിട്ടോ സാമ്പത്തികമായിട്ടോ വിദ്യാഭ്യാസപരമായിട്ടോ ഒക്കെ പിന്നാക്കം പോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളത് ഒരു ഇവിടുത്തെ വ്യവസ്ഥാപിതമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെൻറ്റുകളുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ്, ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കമ്മീഷൻ വെച്ചതും ഈ കമ്മീഷൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും. അതിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അതിൻ്റെ നടപ്പിലാക്കലിൽ നമ്മളുടെ സഹകരണം നമുക്ക് വാഗ്ദാനം ചെയ്യുകയും ചെയ്യാം. അച്ഛൻ പറഞ്ഞത് ശരിയാണ്. നമുക്കിനിയും ഏറെ കാലം മുന്നോട്ട് പോകാനുണ്ട്. വളരെയധികം പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനുണ്ട്. നമുക്ക് ഒരുമിച്ച് നിൽക്കാനുണ്ട്. തീർച്ചയായും ഇതൊരു പ്രത്യേക ജനവിഭാഗത്തിൻ്റെ ആവശ്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കാൻ മാത്രമുള്ള ഒരു ശ്രമമല്ല, മറിച്ച് കേരളത്തിൽ സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ഒരു ക്രമം ഉണ്ടാകേണ്ടതിൻ്റെ ഒരു ആവശ്യകതയ്ക്ക് വേണ്ടി, അതുപോലെ തന്നെ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങൾ നൂറ്റാണ്ടുകളായി കേരള സമൂഹത്തിലെ നിർണായകമായ ഒരു ശക്തിയാണ്. അപ്പോൾ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുക, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക എന്നുള്ളത് വെറും ഒരു രാഷ്ട്രീയമായ ഒരു പ്രിവിലേജ് അല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഔദാര്യമല്ല, മറിച്ച് അതൊരു ജനാധിപത്യപരമായ ധർമ്മമാണ്. അപ്പോൾ അത് തീർച്ചയായും ഫലപ്രാപ്തിയിലെത്തും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയും അങ്ങനെ ശോഭനമായ തുല്യതയിലും സാമൂഹ്യ നീതിയിലും അധിഷ്ഠിതമായ ഒരു നവകേരളത്തെ സൃഷ്ടിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കുമെന്ന് പ്രത്യാശിക്കുകയും ചെയ്യാം. നന്ദി.